ഈ ചിലവർക്ക് കണ്ണ് ഭയങ്കര ട്വിച്ച് ചെയ്യൂലേ, അത് ഡേഞ്ചറസ് ആണോ? ഇല്ല, അതൊരു ഡേഞ്ചറസ് കണ്ടീഷൻ അല്ല. നോർമലി അത് ഞരമ്പുണ്ട്, നെർവ് എൻഡിങ്സിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ട് ഞങ്ങൾ പറഞ്ഞു. സോ ഇവിടെ പ്രത്യേകിച്ച് വരാൻ ഞരമ്പുണ്ട്, കുറച്ചും കൂടെ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായെങ്കിൽ സിഗ്നൽസ് കൂടിയിട്ട് അങ്ങനെ ട്വിച്ചിങ് വരും. അതൊക്കെ ഇതുവരെ ഒരു പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ആയിട്ട് വന്നില്ല. പക്ഷേ ന്യൂറോബിയോൺ സപ്ലിമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് സപ്ലിമെൻറ്റ്സ് കൊടുക്കുമ്പോൾ ചിലവർക്കത് കുറവാകും. ഈ ഭയങ്കര സ്ട്രെസ് ആകുമ്പോൾ, സ്ട്രെയിൻ ആകുമ്പോൾ ചിലവർക്ക് ഈ ട്വിച്ചിങ് പ്രോബ്ലംസ് വരും. സോ അത് എപ്പോൾ വരും, എന്തൊക്കെ വരുമായിട്ട് പേഷ്യൻസ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്താൽ ദാറ്റ് ക്യാൻ കം ഡൗൺ. ഒരു കണ്ടീഷനാണോ അത്? ട്വിച്ചിങ് ഇസ് എ സിംറ്റം, ഇറ്റ് ഈസ് നോട്ട് എ കണ്ടീഷൻ ആസ് സച്ച്. ചിലർക്ക് ഞാൻ അതേ പറഞ്ഞതല്ല, ഇപ്പോൾ നല്ല സ്ട്രെസ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ സിംറ്റംസ് ട്വിച്ചിങ് ഉണ്ട് വരാൻ സാധ്യമുണ്ട്. ഇറ്റ് നീഡ് നോട്ട് ബി ഓൺലി ഇൻ ദി ഐ. ചിലർക്ക് കൈയിൻ്റെ എഡ്ജസിൽ അങ്ങനെ ട്വിച്ചിങ് വരാൻ സാധ്യമുണ്ട്, ചിലർക്ക് വായിൻ്റെ ഇടയ്ക്ക് ട്വിച്ചിങ് വരും. സോ ദാറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ഫോക്കൽ ഹൈപ്പർ ആക്ടിവിറ്റി ആണ്. സോ അതൊക്കെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ്, ദർ ഇസ് നോ ലോക്കലൈസ് ട്രീറ്റ്മെൻറ്റ്. ബട്ട് ടേക്കിംഗ് ന്യൂറോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് ചിലവർക്ക് റിലീഫ് കിട്ടും. ഓക്കെ. ഈ ഐ ഹെൽത്ത് പൊതുവെ എല്ലാവരും ഇഗ്നോർ ചെയ്യണ ഒരു ഫാക്ടറാണ്. അപ്പോൾ എങ്ങനെ ഒരാൾ അത് മെയിൻറ്റെയിൻ ചെയ്യും? ഐ ഹെൽത്ത് വന്നിട്ട് ന്യൂട്രീഷൻസും ഉണ്ട്, ഐ കെയർ ഉണ്ട്. ഇപ്പോൾ ഐ കെയർ ഞങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഫേസ് വാഷ് കറക്റ്റായിട്ട് ചെയ്തിട്ട്, ഇപ്പോൾ പെൺകുട്ടികൾ അവർ ഐ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് വെൻ യു കം ബാക്ക് ടു ദ ഹൗസ് നല്ല അതിന് ക്ലീൻ ചെയ്തിട്ട്, സ്പെഷ്യലി വിത്ത് ബഡ്സ്, ബിക്കോസ് ഞങ്ങളത് ഐ ലാഷസിൻ്റെ ഇടയ്ക്ക് ഓയിൽ ഗ്ലാൻഡ്സ് ഉണ്ട്. സോ വെൻ യു യൂസിങ് കാജൽ ഓർ ഐ മേക്കപ്പ്, ഈ ഓയിൽ ഗ്ലാൻഡ്സ് ബ്ലോക്ക് ആയിട്ട് പിമ്പിൾസും പോലെ ദേ ക്യാൻ ഗെറ്റ് സ്റ്റൈ, കൺകുരു വരാൻ സാധ്യമുണ്ട്, ഇല്ല കണ്ണ് നല്ല ഡ്രൈ ആയിട്ട് പോയാൽ സാധ്യമുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് യൂസ് ഓഫ് ഐ ബഡ്സ്. ഈ ബഡ്സ് വരുമല്ല, അതിന് നല്ല ലാഷ് ക്ലീൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇല്ല ഇൻ ജനറൽ ഒരാൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നോർമലി 20-20 റൂളാണ് അവർക്ക് പറഞ്ഞു. എവറി 20 minutes ലുക്ക് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 20 meter ഫോർ 20 seconds ആണ്. സോ ഇൻ കേസ് അത് പ്രാക്ടിക്കലി പോസിബിൾ ഇല്ലെങ്കിലും ആഫ്റ്റർ 1 or 2 hours ആഫ്റ്റർ യു സിസ്റ്റം വർക്ക് കുറച്ചും കൂടി ഡിസ്റ്റൻസ് നോക്കിയിട്ട് ഒരു 5 minutes ബ്രേക്ക് എടുത്തിട്ട്, നോട്ട് യുവർ ഫോൺ ബ്രേക്ക്. ഇപ്പോൾ സിസ്റ്റമിൻ്റെ ബ്രേക്ക് ഫോൺ ആവും, ഫോണിൻ്റെ ബ്രേക്ക് സിസ്റ്റം ആവും, ദെൻ ദർ ഇസ് നോ പോയിന്റ്. സോ ഐക്ക് കുറച്ച് റിലാക്സേഷൻ തരാനായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് നോക്കിയിട്ട് വെൻ യു കം ബാക്ക് യു ഗെറ്റ് ബെറ്റർ. സെക്കൻഡ്ലി ബ്ലിങ്ക് റേറ്റ്. ഇപ്പോൾ ഐ ടി പ്രൊഫഷണൽസ് ആകുമ്പോൾ കണ്ടിന്യൂസ് കമ്പ്യൂട്ടർ നോക്കുമ്പോൾ യു ബ്ലിങ്ക് റേറ്റ് കംസ് ഡൗൺ. സോ കോൺഷ്യസ് ആയിട്ട് ബ്ലിങ്ക് റേറ്റ് ഞങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്താൽ ഡ്രൈനെസ് വരണില്ല. ഡ്രൈനെസ് കൂടുമ്പോൾ അവർക്ക് സ്ട്രെയിൻ വരും. ഇപ്പോൾ ഔട്ട്ഡോർ ഉണ്ടെങ്കിൽ, ഔട്ട്ഡോർ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഓൾവേസ് ബെറ്റർ ടു വെയർ സൺ ഗ്ലാസസ്. ഇപ്പോൾ സൺ ഗ്ലാസസിലും നിങ്ങൾക്കൊരു ലോ ക്വാളിറ്റി സൺ ഗ്ലാസസ് കിട്ടും, അതിലൊന്നും കുറച്ചും കൂടെ സൺലൈറ്റ് കുറവാക്കും, അല്ലാത്തൊരു കണ്ണുക്ക് പ്രൊട്ടക്ഷന് കിട്ടില്ല. ഒരു നല്ല ക്വാളിറ്റി സൺഗ്ലാസ് പറഞ്ഞാൽ അതിൽ യു വി പ്രൊട്ടക്ഷന് ലെയർ വേണം. യു വി പ്രൊട്ടക്ഷൻ, അൾട്രാ വയലറ്റ് പ്രൊട്ടക്ഷൻ ലെയർ അതിൽ കണ്ണടയിൽ ഉണ്ടെങ്കിൽ ദെൻ നിങ്ങളിത് കൃഷ്ണമണിക്കും നരമ്പുക്കും എല്ലാവർക്കും ഒരു സേഫ്റ്റി കിട്ടും. സ്പെഷ്യലി ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് വരുമ്പോൾ സൺ എക്സ്പോഷർ, അൾട്രാ വയലറ്റ് എക്സ്പോഷർ ഒത്തിരി കൂടുതലായിട്ടുണ്ട്. സോ ഓൾവേസ് വെയർ സൺ ഗ്ലാസസ് വിച്ച് ആർ യു വി പ്രൊട്ടക്റ്റഡ് വെൻ യു ആർ ട്രാവലിംഗ് ഔട്ട് സൈഡ്. ഇതാണ് മെയിൻ നമുക്ക് വേണ്ടി ഐ കെയർ വന്നിട്ട്. ഇപ്പോൾ ഐ ന്യൂട്രീഷൻ വന്നിട്ട് ദർ ആർ കപ്പിൾ ഓഫ് വൈറ്റമിൻസ് ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് ദാറ്റ് ആർ സ്പെസിഫിക് ഫോർ ദി ഐസ്. എന്താ പറഞ്ഞാൽ ഇപ്പോൾ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, omega-3 ഫാറ്റി ആസിഡ്സ്, പിന്നെ കുറച്ച് ആൻറ്റി ഓക്സിഡൻസ് ല്യൂട്ടിൻ, സിയാസാന്തിൻ. ഇതാണ് നമുക്ക് ഐ ഹെൽത്ത്ക്ക് മെയിനായിട്ട് വേണ്ടി അംശങ്ങൾ. സോ വൈറ്റമിൻ എ വന്നിട്ട് അറിയും ക്യാരറ്റ്സിലുണ്ട്, അത് ക്യാരറ്റ്സ് കഴിച്ചാൽ ഐ ഹെൽത്ത് കുറച്ചും കൂടെ ബെറ്റർ ആവും. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ദ മൊമെൻറ്റ് യു ഹാവ് ദീസ് ന്യൂട്രിയൻസ് യുവർ ഐ വിഷൻ വിൽ ബിക്കം പെർഫെക്റ്റ്, ബട്ട് ഇറ്റ് വിൽ പ്രിവെൻറ്റ് ഫ്രം ഏജിങ് ആണ്. ഓക്കെ. പിന്നെ വിറ്റമിൻ ഇ വന്നിട്ട് നിങ്ങൾ ആൽമണ്ട്സ്, അവക്കാഡോ കഴിച്ചിട്ടുണ്ടെങ്കിൽ, വിറ്റമിൻ സി സിട്രസ് ഫ്രൂട്ട്സിൽ നല്ല പോലെ ഉണ്ട്. ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ല്യൂട്ടിന്, സിയാസാന്തിന് കിട്ടും. ഒമേഗ ഫാറ്റി ആസിഡ് ഇപ്പോൾ വെജിറ്റേറിയൻസ് ഉണ്ടെങ്കിൽ ഈ ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആവും. ഫിഷ് ഈറ്റേഴ്സ് ഉണ്ടെങ്കിൽ കോഡ് ലിവർ ഓയിൽ, സാൽമൺ ഓയിൽ, ട്യൂണ ഫിഷ്, ഇതിലെല്ലാം നല്ല omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. സോ ഇതാണ് നമുക്ക് മെയിൻ ഐ ഹെൽത്ത്ക്ക് വേണ്ടി മിനറൽസ് ആൻഡ് വിറ്റമിൻസ് ആണ്. സോ അതും പോലെ ഡയറ്റ് ബേസ്ഡ് പ്ലസ് ഐ കെയർ നല്ലതായിട്ട് ചെയ്താൽ പേഷ്യൻസിക്ക് ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് വരും. ഈ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സിനെ പറ്റിയിട്ട് വല്ല മിസ്കൺസെപ്ഷൻസ് കണ്ണിന്, അതായത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന് ചീത്തയാണെന്നൊക്കെ പറഞ്ഞിട്ട്? ഇവിടെ ചിലപ്പോൾ ഞങ്ങൾ നോക്കും ചെറിയ ചെറിയ കുട്ടികൾക്ക്, ന്യൂ ബോൺ ബേബീസിക്ക് നല്ലതായിട്ട് കാജലിടാനൊരു
പ്രാക്ടീസ് ഉണ്ട്. ആ കാജൽ നാച്ചുറൽ കണ്ടൻസ് എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ഗുഡ് സൂതനിങ് ഇഫക്റ്റ് ആണ്. പക്ഷേ ഇപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടാന കാജലിൽ ഒത്തിരി കെമിക്കൽസ് ഉണ്ട്, സ്പെഷ്യലി ലെഡ് ലോഡഡ് ആണ്. ഇതിൻ്റെ കാരണം കണ്ണിൽ അത് അബ്സോർബ് ആയിട്ട് ശരീരത്തിൽ ലെഡ് ടോക്സിസിറ്റി കുട്ടികൾക്ക് വരാൻ സാധ്യമുണ്ട്. സോ ദിസ് ഇസ് നോട്ട് എ വെരി ഐഡിയൽ ഹാബിറ്റ് കാജൽ യൂസ് ചെയ്യാൻ, സ്പെഷ്യലി ഫോർ ന്യൂ ബോൺ ബേബീസ് ആണ്, അൺലെസ് ഇറ്റ് ഇസ് എ നാച്ചുറലി മെയ്ഡ് കാജൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കണ്ണിന് പെട്ടെന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റണ ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ്? കണ്ണിൽ ഫസ്റ്റ് എയ്ഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവോയ്ഡ് റബ്ബിങ് യുവർ ഐസ്. അത് മെയിനായിട്ട് കണ്ണിൽ ഒരു പെട്ടെന്നൊരു ഇഞ്ചുറി വന്നു, ഇറ്റ് കുഡ് ബി ഡ്യൂ ടു എനിത്തിങ്. ഞങ്ങളിത് ആദ്യം ഞങ്ങൾ എന്താ ചെയ്യും, അതിന് കൈ കണ്ണകത്ത് കൊണ്ടുപോയിട്ട് വി സ്റ്റാർട്ട് റബ്ബിങ് ദി ഐസ്. അത് ഞങ്ങൾ ശ്രദ്ധിക്കാൻ വേണം. ഡു നോട്ട് റബ്ബ് യുവർ ഐസ്. രണ്ടാമത്തെ ഇമീഡിയറ്റ്ലി ആസ് സൂൺ ആസ് പോസിബിൾ ഒരു ഐ ഡോക്ടർ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് പാഡ്, ഒരു കണ്ണുക്ക് ഒരു പാഡ് ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഐ ഡോക്ടറെ അടുത്ത് പോകാനും നല്ലത്. സെക്കൻഡ്ലി, ഇഫ് ഇറ്റ് ഈസ് എ തെർമൽ ഓർ കെമിക്കൽ ഇഞ്ചുറി, സ്പെഷ്യലി കെമിക്കൽ ഇഞ്ചുറി, ഏതൊരു കെമിക്കൽ എക്സ്പോസ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറ്റ് ഇസ് ബെറ്റർ ടു വാഷ് യുവർ ഫേസ്. റണ്ണിങ് വാട്ടറിൽ ഞങ്ങൾ പെട്ടെന്ന് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ വട്ട് എവർ ലിറ്റിൽ കെമിക്കൽ ഇസ് ദർ ഇറ്റ് മൈറ്റ് ഗോ ഓഫ്. അതിനുശേഷം ഗോ ടു യുവർ നിയറസ്റ്റ് ഐ സ്പെഷ്യലിസ്റ്റ്. ഇറ്റ് ഇസ് എ നോർമൽ പ്രോട്ടോകോൾ. ആർക്കുണ്ടെങ്കിൽ കെമിക്കൽ ഇഞ്ചുറി വന്നാൽ ആദ്യം ദി ഐ സ്പെഷ്യലിസ്റ്റ് വിൽ മേക്ക് ഷുവർ ദറ്റ് ദി ഐ ഈസ് ഹൈഡ്രേറ്റ്. സലൈൻ വാഷ് ഞങ്ങൾ ചെയ്യും. സലൈൻ വാഷ് ചെയ്തിട്ട് മൊത്തം കണ്ണിൽ കെമിക്കൽസ് റിമൂവ് ചെയ്ത ശേഷമേ ഞങ്ങൾ ഫർദർ കാര്യങ്ങൾ നടക്കും. സോ ഐ റബ്ബിംഗ് ഒരു അവോയ്ഡ് ചെയ്യാൻ അധികമാണ്. ഇറ്റ് കുഡ് ബി ആൻ ഓപ്പൺ ഇഞ്ചുറി, ഐ ഓപ്പൺ ആയിട്ട് കട്ട്സ് വരാൻ സാധ്യമുണ്ട്. ഇല്ല ഒരു ചെറിയ ഫോറിൻ ബോഡി കണ്ണിൽ പോയി എന്താ ഉണ്ടായെങ്കിലും ഡു നോട്ട് റബ്ബ് യുവർ ഐസ്. ബിക്കോസ് കണ്ണ് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോർണിയൽ സ്ക്രാച്ചസ് വരാൻ സാധ്യമുണ്ട്. ഇല്ല ആ കിട്ടാണ് മൊത്തം ഇൻഫെക്ഷൻ ആയിട്ട് കൂടിയിട്ട് പ്രശ്നങ്ങൾ വരാൻ സാധ്യമുണ്ട്. ഓർ ഇഫ് ഇറ്റ്സ് ആൻ ഓപ്പൺ ഐ ഇഞ്ചുറി കണ്ടൻസുകൾ വെളിയിൽ വരാൻ സാധ്യമുണ്ട്. സോ ദെൻ ഇറ്റ് ബിക്കംസ് അൺട്രീറ്റബിൾ. മേക്ക് ഷുവർ എനി ഐ ഇഞ്ചുറി വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൺസൾട്ട് ചെയ്യാൻ, പാച്ച് ദി ഐ ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഗോ ആൻഡ് കൺസൾട്ട്. അതനുസരിച്ച് ട്രീറ്റ്മെന്റ് നടക്കും. Untreatable as in there's no other way to get back the lost vision. See, it depends. ഇപ്പോൾ ഏത് ഭാഗം ഡാമേജ് ആവും. ആസ് ഐ സെഡ്, ഐ ഇസ് എ വെരി ഇൻട്രിക്കേറ്റ് സ്ട്രക്ചർ. ഇപ്പോൾ കോർണിയ ഇല്ല കൃഷ്ണമണിയിൽ ഇൻഫെക്ഷൻ ഇല്ല വന്നാൽ അത് സ്കാറായി പോകും. ദെൻ വി ഹാവ് ടു ചേഞ്ച് ദ കോർണിയ. സോ ലക്കിലി കോർണിയൊക്കെ ഒരു കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ അത് ശരിയാക്കാൻ പറ്റും. പക്ഷേ ഇന്റേണൽ സ്ട്രക്ചർ, സ്പെഷ്യലി ഇത് റെറ്റിന, പിന്നെ ഞങ്ങളിത് നരമ്പ്, ഇപ്പോൾ റോഡ് ട്രാഫിക് ആക്സിഡൻസിൽ അധികമായിട്ട് ഹെൽമെറ്റ് ഇടുന്ന ആൾക്കാർക്ക് ഓപ്റ്റിക് നെർവ് ഇഞ്ചുറീസ് കൂടുതലായിട്ട് ഞങ്ങൾ നോക്കും. ഇപ്പോൾ ബോണി ഫ്രാഗ്മെന്റ്സിൻ്റെ ഫ്രാക്ചേഴ്സ് വന്നാൽ ഈ നരമ്പ് ഡാമേജ് ആയി പോകും. സോ റെറ്റിന ആസ് വെൽ ആസ് ദി ഓപ്റ്റിക് നെർവ് ദർ ഇസ് നോ ട്രാൻസ്പ്ലാന്റ് ഓർ റീജനറേഷൻ. സോ അത് ഒരു പ്രാവശ്യം ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ പെർമനന്റ് ഡാമേജ് ആണ്. സോ ദെൻ യുവർ വിഷൻ വിൽ നെവർ റിക്കവർ. സോ ഇത് മെയിൻ ആയിട്ട് കാര്യങ്ങൾ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എനി ഇഞ്ചുറി വന്നാൽ ഇമ്മീഡിയറ്റ് ഐ ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണാനായിട്ട്. അതായത് കണ്ണില് കോർണിയക്ക് മാത്രമേ ട്രാൻസ്പ്ലാന്റേഷൻ ഉള്ളൂ, ബാക്കി ഒരു സ്ട്രക്ചർക്ക് റീപ്ലേസ്മെന്റ് പറ്റില്ല. ഓ, ഈ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ കോണ്ടാക്ട് ലെൻസസും പറഞ്ഞ് ഗ്ലാസസും പറഞ്ഞ്, അതല്ലാണ്ട് നമുക്ക് വിഷൻ കറക്റ്റ് ചെയ്യാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. സി, കോണ്ടാക്ട് ലെൻസ് ഗ്ലാസസ് ആർക്ക് ഇടാനായിട്ട് ആഗ്രഹിക്കുന്നില്ലോ, ബട്ട് ദിയർ ഏജ് ഗ്രൂപ്പ് ഇസ് അബവ് 20 years. 20 years അബവ് ആൾക്കാർ ഉണ്ടെങ്കിൽ അവരുടെ പവർ ഒരു 1 to 2 years സ്റ്റേബിൾ ഉണ്ടെങ്കിൽ ദേ ക്യാൻ കൺസിഡർ റിഫ്രാക്റ്റീവ് സർജറീസ് ആണ്. ഇപ്പോൾ റിഫ്രാക്റ്റീവ് സർജറീസിൽ നമുക്ക് ഇപ്പോൾ ആറ്റ് പ്രസൻറ്റ് ഞങ്ങൾക്ക് PRK, ലാസിക്, സ്മൈല്, ഇങ്ങനെ വേറെ വേറെ റിഫ്രാക്റ്റീവ് സർജറീസ് ഉണ്ട്. സോ ഇഫ് ദേ ആർ എലിജിബിൾ ഫോർ ദ പ്രൊസീജിയർ, പിന്നെ ഞങ്ങൾ അതിന് പ്രൊസീജിയേഴ്സ് ചെയ്ത് പെർമനൻറ്റ് ലൈഫ് ലോങ് ആയിട്ട് ഗ്ലാസ് ഫ്രീ പ്രൊസീജിയർ ചെയ്തവർക്ക് തരാൻ സാധ്യമുണ്ട്. അല്ലാതെ എന്താണ് ഡോക്ടർ 20 years താഴെ പറ്റാത്തത്? 20 years താഴെ അവർക്ക് നോർമലി സ്റ്റേബിൾ വിഷന് വരണില്ല ഒരെണ്ണം. രണ്ടാമതി കൃഷ്ണമണി നല്ല സ്ട്രോങ് ഇല്ലാത്ത കാരണം ഞങ്ങൾ പ്രൊസീജിയർ ചെയ്ത് പോസ്റ്റ് പ്രൊസീജിയർ അവർക്ക് വീണ്ടും പവർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ദ ഹോൾ ഐഡിയ ഓഫ് ഗോയിങ് ഗ്ലാസ് ഫ്രീ വേസ്റ്റ് ആയി പോകും. അതിൻ്റെ കാരണം ലെസ് ദാൻ 20 years ആണ് ഞങ്ങൾ ചെയ്യണില്ല ഒന്നും പ്രൊസീജിയേഴ്സ്. ബിക്കോസ് സ്റ്റെബിലിറ്റി ഓഫ് പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾക്ക്. സോ അതാണ് ക്രൈറ്റീരിയ. 20 years സേഫ് ആണ്. ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഒരു 18 years ശേഷം ചിലപ്പോൾ ചെയ്യും, ബിക്കോസ് ഓക്യുപ്പേഷണൽ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ജോബ് പ്രൊഫൈലൊക്കെ ചെയ്യും. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് വെരി സേഫ് ടു ഡു ഇറ്റ്, ബിക്കോസ് പവർ സ്റ്റെബിലിറ്റി ഓവറോൾ ഞങ്ങളിപ്പോൾ ഇത്ര റിസർച്ച് ചെയ്യുമ്പോൾ ഒരു 20 years ആകുമ്പോൾ അധികം ഒരു 80 to 90% പേഷ്യൻസ്ക്ക് പവർ സ്റ്റേബിൾ ആയി പോകും. അതിൻ്റെ കാരണം 20 years ആണ് കട്ട് ഓഫ്. ഇപ്പോൾ ഈ റിഫ്രാക്റ്റീവ് സർജറീസിൽ ഈ അടുത്തായിട്ട് വന്നേക്കണ ബ്രേക്ക് ത്രൂ അതല്ലെങ്കിൽ അഡ്വാൻസ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? സി, ഞങ്ങളിത് റിഫ്രാക്റ്റീവ് സർജറീസിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്മൈൽ പ്രൊസീജിയർ. സ്മൈൽ പ്രൊസീജിയറിൽ ഞങ്ങൾ ഒന്ന്
സർഫേസൊക്കെ ഒന്നും ചെയ്യാനില്ല. സോ പേഷ്യൻ്റ് റിക്കവറി റേറ്റ് വളരെ പെട്ടെന്നാണ്, പേഷ്യൻറ്റിൻ്റെ കോംപ്ലിക്കേഷൻ റേറ്റും കുറവും. സോ സ്മൈൽ പ്രൊസീജിയറിൽ തന്നെ ദർ ആർ ഫ്യൂ അതർ വെറൈറ്റീസ് വിച്ച് ഹാവ് കം ഇൻ ടു മാർക്കറ്റ് വിച്ച് ഇസ് കോൾഡ് എസ് ക്ലിയർ, സിൽക്ക്. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് മാർക്കറ്റിൽ. ബട്ട് ദേ ആർ ഓൾ അണ്ടർ ദ സെയിം അംബ്രല്ല ഓഫ് സ്മൈലാണ്. സോ ദ ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് മഷീൻ ഇസ് ബീങ് ബോട്ട് ബൈ വിച്ച് ഹോസ്പിറ്റൽ. സോ അതിൻ്റെ കാരണം ഓരോരോ ഹോസ്പിറ്റലിലേക്ക് ഓരോരോ പേരിൻ്റെ മഷീൻ വരും. അൾട്ടിമേറ്റ്ലി ദ ലേറ്റസ്റ്റ് ഇൻ ദ മാർക്കറ്റ് ആക്ച്വലി സ്മൈലാണ്. സോ അതല്ലാത്ത വേറെ ഒന്നും പുതിയത് വന്നില്ല നമുക്ക്. ഈ നേരത്തെ സ്മൈല് കൂടാണ്ട് വേറെ രണ്ട് ലാസിക് ആൻഡ് PRK, റൈറ്റ്? ഇതെല്ലാം അപ്പോൾ റിഫ്രാക്റ്റീവ് സർജറീസിന്റെ അകത്ത് പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു സർജറീസ് ആണ്. എങ്ങനെയാണ് ലൈക്ക് നിങ്ങൾ ഒരു വ്യക്തിക്ക് റിഫ്രാക്റ്റീവ് സർജറി ചൂസ് ചെയ്യുക? നോർമലി ഒരു 20-year-old അബവ് പേഷ്യൻറ്റ് നമുക്ക് വന്നിട്ട് ഇപ്പോൾ എൻ്റെ പവർ 1 year സ്റ്റേബിൾ ആണ്, എനിക്കൊരു കണ്ണാടി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പേഷ്യൻസിൻ്റെ കംപ്ലീറ്റ് ഇവാലുവേഷൻ ചെയ്യും. ഇപ്പോൾ ലാസിക് ഓർ റിഫ്രാക്റ്റീവ് സർജറി പറഞ്ഞും ബേസിക്കലി ഞങ്ങൾ കോർണിയ ഇല്ല കൃഷ്ണമണിനെ റീഷേപ്പ് ചെയ്യും. ആ റീഷേപ്പ് ചെയ്യാൻ മുമ്പ് ഞങ്ങൾക്ക് അതിൻ്റെ തിക്നെസ്സും സൈസും ഷേപ്പ് എല്ലാം അറിയാൻ ആവശ്യമുണ്ട്. ബിക്കോസ് ദർ ഇസ് എ കട്ട് ഓഫ്. കൂടുതലായിട്ട് ഞങ്ങൾ കൃഷ്ണമണിനെ റീഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അതൊക്കെ ഡാമേജ് വരാൻ സാധ്യമുണ്ട്. സോ വെൻ എ പേഷ്യൻറ്റ് പ്രസൻസ് ടു അസ്, ഞങ്ങൾ പേഷ്യൻറ്റിൻ്റെ വിഷൻ ചെക്ക് ചെയ്യും, ഡൈലേഷൻ ചെയ്തിട്ട് റെറ്റിനയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് അതാണ് ഞങ്ങൾ ചെക്ക് ചെയ്യും. അതിനുശേഷം എല്ലാ പേഷ്യൻറ്റും ഒരു കോർണിയൻ്റെ സ്കാനിങ് നടക്കും. ആ സ്കാനിങ്ങിൽ ഞങ്ങൾക്ക് കറക്റ്റ് ഐഡിയ കിട്ടും തിക്നെസ് എത്ര ഉണ്ട്, അതിൻ്റെ ഷേപ്പ് എത്ര ഉണ്ട്. ബേസ്ഡ് ഓൺ ദാറ്റ് ഞങ്ങൾക്ക് വേറെ വേറെ ക്രൈറ്റീരിയാസ് തരും. ഇപ്പോൾ PRK പ്രൊസീജിയർ പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സർഫേസ് എബ്ലേഷൻ ഓർ സർഫേസ് ലേസർ ആണ്. ഞങ്ങൾ ഡയറക്റ്റ് കോർണിയയില്ല കൃഷ്ണമണി മുകളിലോട്ട് ലേസർ ആക്കിയിട്ട് അതിനെ കുറച്ച് റീഷേപ്പ് ചെയ്യും. സോ അതിൻ്റെ ക്രൈറ്റീരിയ ഇസ് സ്ലൈറ്റ്ലി ബെറ്റർ കമ്പയർ ടു ദി അതർ പ്രൊസീജിയേഴ്സ്. ഇപ്പോൾ ലാസിക്, ഫെംറ്റോ ലാസിക് ഓർ സ്മൈൽ ഈ പ്രൊസീജിയേഴ്സ് വന്നിട്ട് കോർണിയൻ്റെ അകത്ത് ഉള്ളിൽ കുറച്ച് ലെയറുകളിനെ ഞങ്ങൾ എടുത്തിട്ട് വെളിയിലോട്ട് കട്ട് ചെയ്യും. ദർ ഇസ് എ ഫ്ലാപ്പ്. ഇൻ ലാസിക് ഞങ്ങളൊരു ഫ്ലാപ്പ് ബേസ്ഡ് പ്രൊസീജിയറാണ്. സ്മൈൽ ഒരു കീ ഹോൾ ഏരിയത്തിൽ ഞങ്ങളൊരു ലെൻറ്റിക്യൂൾ, സ്മൈലിൻ്റെ ഫുൾ ഫോർമുല ആക്ച്വലി അതൊരു ലെൻറ്റിക്യൂൾ എക്സ്ട്രാക്ഷൻ ആണ്. സോ ഒരു ചെറിയ ഉള്ളിൽ ലേസർ പോയിട്ട് ഒരു സ്ലൈസ് ചെയ്യും കോർണിയനെ. സോ ദാറ്റ് പാർട്ട് ഓഫ് കോർണിയ വിൽ ബി റിമൂവ്. സോ അതിൽ തിക്നെസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പേഷ്യൻസിക്ക് ഒരു കോർണിയ 500 അബവ് ഉണ്ടെങ്കിൽ തിക്നെസ്, ദെൻ ദേ വിൽ ബി എലിജിബിൾ ഫോർ ഓൾ ദ പ്രൊസീജിയേഴ്സ്. ഇപ്പോൾ പേഷ്യൻസിക്ക് എല്ലാ പ്രൊസീജിയേഴ്സ് അവൈലബിൾ ഉണ്ടെങ്കിൽ ഹൗ ഡു ദേ ചൂസ് ദിസ്? സോ ഇപ്പോൾ PRK വന്നിട്ട് ഇറ്റ് ഇസ് വെരി കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പേഷ്യൻസിക്ക് എക്സ്പെൻസീവ് പ്രൊസീജിയർ അല്ലാതെ. ബട്ട് ബിക്കോസ് ഇറ്റ് ഇസ് കോസ്റ്റ് എഫക്റ്റീവ് ഞങ്ങൾ സർഫേസിലോട്ട് ലേസർ ഇടാൻ കാരണം ദേ ആർ സ്ലൈറ്റ്ലി സിംറ്റമാറ്റിക്. ഒരു 1 or 2 days കുറച്ചും കൂടെ പെയിന്, ഇറിറ്റേഷന്, വാട്ടറിങ് അങ്ങനെ വരും. ആഫ്റ്റർ ദാറ്റ് ദേ ആർ ആബ്സല്യൂട്ട്ലി നോർമൽ. ഇപ്പോൾ PRK വന്നിട്ട് ദ റിക്കവറി പീരിയഡ് ഈസ് എ സ്ലോ റിക്കവറി. ഇമീഡിയറ്റ് പോസ്റ്റ് ഓപ്പ് ഒരു ഓൾമോസ്റ്റ് 99% വിഷന് വരും. പക്ഷേ ക്രിസ്പ് ക്ലാരിറ്റി വരാനായിട്ട് ഇറ്റ് വിൽ ടേക്ക് അറൌണ്ട് 1 week to 10 days ആയിട്ട് പേഷ്യൻസ് ക്രിസ്പ് ക്ലിയർ ആയിട്ട് കിട്ടും. നൗ ദർ വാസ് എ ഡിമാൻഡ് ദാറ്റ് പേഷ്യൻസ് വാണ്ടഡ് ഇമീഡിയറ്റ് റിക്കവറിയാണ്. അതിക്ക് വേണ്ടി മാർക്കറ്റിൽ വന്നത് ലാസിക് ആൻഡ് സ്മൈൽ ആണ്. സ്മൈൽ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ബിക്കോസ് വി ആർ ഡൂയിങ് ഇറ്റ് ഇൻസൈഡ് ദി ഐ. കാരണം കൃഷ്ണമണിയുടെ ഉള്ള ഭാഗത്തിൻ്റെ ഉള്ള ലെയേഴ്സിൽ ഞങ്ങൾ അതിന് ലെൻറ്റിക്യൂൾ റിമൂവ് ചെയ്യാൻ കാരണം ഇമീഡിയറ്റ് പോസ്റ്റ് ഓപ്പ് പേഷ്യൻസിക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണിച്ച് കിട്ടും. അവർക്ക് ഡ്രൈനെസ്സിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് വരണില്ല. അതിൻ്റെ കൂടായിട്ട് അവർക്ക് റിക്കവറി പീരിയഡ് നല്ല പോലെ കിട്ടും. ഇമീഡിയറ്റ് റിക്കവറി ആയത് കാരണം ദേ കൻ റെസ്യൂം ദിയർ ആക്ടിവിറ്റീസ് ഇമീഡിയറ്റ്ലി. ബട്ട് വിത്ത് advanced procedures comes cost. So smile കുറച്ചും കൂടെ expensive procedure ആണ്. So if patient is looking for a cost effective procedure, definitely PRK is the best option because that is one which comes with least complications ആണ്. In case they are looking for comfort, immediate റിക്കവറി പോസ്റ്റ് പ്രൊസീജിയർ അങ്ങനെ ഉണ്ടെങ്കിൽ സ്മൈൽ ഇസ് എ ബെറ്റർ ഓപ്ഷൻ ആണ്. ഓക്കെ, സോ ഞങ്ങൾ പേഷ്യൻറ്റൊക്കെ നോർമലി അഡ്വൈസ് ചെയ്യും ഇതാണ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് ട്രീറ്റ്മെൻറ്റ്ക്ക്. സോ പേഷ്യൻസ് നോർമലി ഡിസൈഡ് അവർക്ക് എന്താ വേണം ഡിപ്പെൻഡിങ് ഓൺ ദിയർ കംഫർട്ട്. സോ ഇപ്പോൾ ഇതിൽ കുറച്ചും കൂടി പുതിയ പേരുകളുണ്ട്. ഇപ്പോൾ കോൺടുറ, വേവ് ലൈറ്റ് ഗൈഡഡ് അങ്ങനെ പുതിയ പേരുകളുണ്ട്. ദി ആർ നത്തിങ് ബട്ട് കമ്മിങ് അണ്ടർ ദി അംബ്രല്ല ഓഫ് ലാസിക്. സോ കുറച്ചു കസ്റ്റമൈസ്ഡ് ഒരു 5 to 10% പേഷ്യൻസ് കുറച്ചു കസ്റ്റമൈസ്ഡ് ആയിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ട് റിഫ്രാക്റ്റീവ് സർജറീസ് ചിലപ്പോൾ ചെയ്യാൻ വേണ്ടി വരും. അങ്ങനെ പേഷ്യൻസ് കാണാൻ ഞങ്ങൾ ടോപ്പോ ഗൈഡഡ് ഇല്ല വേവ് ഫ്രണ്ട് ഗൈഡഡ് കോൺടുറ വിഷൻ അത് ചെയ്തിട്ട് കൃഷ്ണമണിനെ കുറച്ചും കൂടി ടച്ചപ്പ് പോളിഷ് ചെയ്യും. ബട്ട് ഇൻ ജനറൽ ഞങ്ങൾക്ക് റിഫ്രാക്റ്റീവ് പ്രൊസീജിയർ പറഞ്ഞാൽ ഇറ്റ് ഈസ് PRK, ലാസിക് ഓർ സ്മൈൽ പ്രൊസീജിയർ ആണ്. സോ ബേസിക്കലി ഒരു വ്യക്തി ഏത് മെത്തേഡ് എടുക്കണം എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ
എക്സ്പെൻസ് ആൻഡ് റിക്കവറി ടൈം അല്ലേ? കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് സ്മൈൽ, കുറച്ച് റിക്കവറി ടൈം ഉള്ളതും സ്മൈൽ. ഏറ്റവും കൂടുതൽ ആൻഡ് ഏറ്റവും കൂടുതൽ റിക്കവറി ടൈം നോർമലി PRK എടുക്കും. കൂടുതൽ പറഞ്ഞാൽ അറൌണ്ട് 1 week to 2 weeks ആണ്. ബട്ട് ഇറ്റ് ഈസ് വെരി കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് വേ സേഫർ ദാൻ ഓൾ ദി അതർ പ്രൊസീജിയേഴ്സ് ആണ്. വൈ ഈസ് ഇറ്റ് വേ സേഫർ? ബിക്കോസ് ഞങ്ങൾ ഡയറക്റ്റ് സർഫേസിക്കാണ് ലേസർ ഇടും. സോ ഞങ്ങൾ വേറെ ഭാഗം കൃഷ്ണമണീൻ്റെ വേറെ ഭാഗങ്ങൾക്ക് ഒന്നും ഡാമേജ് ചെയ്യാറില്ല. സോ ഇവൻ ദോ ദ റിക്കവറി പീരീഡ് ഇസ് സ്ലൈറ്റ്ലി ലോ, അറ്റ് ദി എൻഡ് ഓഫ് 6 months ഞങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ റിസ്ക് ഓഫ് കോർണിയൽ കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ് ഇൻ കേസ് ഓഫ് PRK. വെറാസ് സ്മൈൽ ഓർ ലാസിക്, ഫെംറ്റോ ലാസിക് ഞങ്ങൾ ഇടയ്ക്ക് ഉള്ളിൽ പോയിട്ട് കൃഷ്ണമണീനെ കുറച്ച് ഓൾട്ടർ ചെയ്യാൻ കാരണം ഫ്യൂച്ചറിൽ ഡാമേജസ് എക്സ്പെക്റ്റഡ് ആർ സ്ലൈറ്റ്ലി ഹയർ ഇൻ കേസ് ഓഫ് സ്മൈൽ ഓർ ലാസിക്. ഇതാണ് കാര്യം. PRK-യിൽ അതില്ല. യെസ്, PRK-യിൽ ആ കോംപ്ലിക്കേഷൻസ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. 6 months-നുള്ളിൽ വിഷൻ എന്തായാലും. യെസ്, 6 months എനി പ്രൊസീജിയർ, ഏത് റിഫ്രാക്റ്റീവ് പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് 6 months നല്ല വിഷന് കിട്ടും. പേഷ്യൻസിക്ക് ദേ ആർ പ്രിറ്റി ഗുഡ്. അതർ ദാൻ ആസ് ഐ സെഡ്, എല്ലാ പ്രൊസീജിയർ വരുമ്പോൾ ദർ ആർ സം സൈഡ് എഫക്ട്സ് ആൻഡ് ദർ ആർ സം കോംപ്ലിക്കേഷൻസ് ആണ്. സൈഡ് എഫക്ട്സ് കുറച്ച് ഇറ്റ് ഇസ് വെരി ഇൻഡിവിജ്വൽ. ചിലവർക്ക് പോസ്റ്റ് റിഫ്രാക്റ്റീവ് പ്രൊസീജിയർ ഡ്രൈ ഐസ് വരാൻ സാധ്യമുള്ളൂ, വിച്ച് ഓവർ എ പീരീഡ് ഓഫ് 2 to 3 months റിസോൾവ് ആയി പോകും. സം പീപ്പിൾ ലൈറ്റ് നോക്കുമ്പോൾ ചെറിയൊരു ഗ്ലെയർ വരാൻ സാധ്യമുണ്ട്, വിച്ച് അഗെയിൻ റിസോൾവ്സ് ബൈ ഇറ്റ് സെൽഫ്. സോ ദീസ് ആർ ഓൾ സൈഡ് എഫക്ട്സ് വിച്ച് ആർ വെരി ഇൻഡിവിജ്വലൈസ്ഡ്. പക്ഷേ കോംപ്ലിക്കേഷൻസ് ആകുമ്പോൾ ദർ ആർ 2 types ഓഫ് കോംപ്ലിക്കേഷൻ ആണ്. ഇൻ കേസ് പേഷ്യൻസ് ഡു നോട്ട് റിവീൽ ദ കറക്റ്റ് ഹിസ്റ്ററി, ഇപ്പോൾ ആസ് ടോൾഡ് ഇഫ് ദ ഹവ് നോട്ട് റിലീവ് ദാറ്റ് അവർ റീസെൻ്റ് ആയിട്ട് ഡെലിവറി ചെയ്തതാണ്, ഇല്ല അവരുടെ പവർ സ്റ്റേബിൾ ഇല്ല, അതാണ് നമുക്ക് ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംടൈംസ് പോസ്റ്റ് പ്രൊസീജിയർ പവേഴ്സ് ക്യാൻ ഇൻക്രീസ് ഓർ കം ബാക്ക്. ഓക്കെ, അത് പിന്നെയും ട്രീറ്റബിൾ ആണ്. ടച്ചപ്പ് ലേസേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ആസ് ഐ സെഡ്, ദ തിക്നെസ് ഓഫ് ദ കോർണിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ഓൺ ലുക്കിംഗ് അറ്റ് ദ കോർണിയ സ്കാൻസ് ഞങ്ങൾക്ക് ഈ പേഷ്യൻറ്റ് ഹൈ റിസ്ക് കണ്ടിട്ട് പിന്നെയും ഈ പേഷ്യൻറ്റ് പ്രൊസീജിയർ ചെയ്ത് ഫ്യൂച്ചറിൽ പ്രോഗ്രസീവ്ലി കോർണിയ ഇല്ല കൃഷ്ണമണി തിന്നായിട്ടുണ്ടെങ്കിൽ ദേ ഗോ ഫോർ എ ഇറിവേഴ്സിബിൾ കണ്ടീഷൻ കോൾഡ് ആസ് കെരറ്റോഎക്ടേസിയ. ഓക്കെ, കോർണിയ തിന്നായിട്ട് ബെൻഡ് ആവും. സോ ദെൻ ദേ ലൂസ് ദിയർ വിഷൻ ആൻഡ് ഇറ്റ്സ് നോട്ട് ട്രീറ്റബിൾ ബൈ വി കനോട്ട് ഗെറ്റ് ബാക്ക് ദ 6/6 വിഷൻ. സോ ഇതാണ് മോസ്റ്റ് ഡ്രെഡഡ് കോംപ്ലിക്കേഷൻ. ബട്ട് ഇന്നത്തെ സൊഫിസ്റ്റിക്കേറ്റഡ് മെഷീൻസ് ആയത് കാരണം ദീസ് കോംപ്ലിക്കേഷൻസ് ഹാവ് കം ഡൗൺ ടു ലെസ് ദാൻ 1 to 2% among the individuals. സോ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ക്വൈറ്റ് സേഫ്. റിഫ്രാക്റ്റീവ് സർജറീസ് ആർ ക്വൈറ്റ് സേഫ് among patients provided they are the right candidates for whichever procedure they choose for. ഈ സ്റ്റേബിൾ വിഷൻ ഫോർ 2 years എന്ന് പറഞ്ഞില്ലേ, അതെന്താണ്? മനസ്സിലായില്ല എനിക്ക്. അല്ല, ഞങ്ങൾക്ക് കണ്ണടി ഞങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പ്രീ ഓപ്പ് ഇസ് വാട്ട് യു ആർ ആസ്കിങ് റൈറ്റ്. സോ ഞങ്ങൾക്ക് സ്റ്റേബിൾ വിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. നൗ വൈ ആർ വി ഡൂയിങ് എ റിഫ്രാക്റ്റീവ് സർജറി? ബിക്കോസ് പേഷ്യൻറ്റ് ഇൻ ഫ്യൂച്ചർ ഡസ് നോട്ട് വാണ്ട് ടു വെയർ ഗ്ലാസസ്. ഇപ്പോൾ പവർ സ്റ്റേബിൾ ഇല്ലെങ്കിൽ ആഫ്റ്റർ, ബിക്കോസ് വി ആർ ഓൺലി റീഷേപ്പിംഗ് ദ കോർണിയ, ഞങ്ങൾ കണ്ണിൻ്റെ സൈസിന് ഓൾട്ടർ ആക്കുന്നില്ല. സോ ഇൻ കേസ് ദ കോസ് ഫോർ ദ പവർ ഇസ് എക്സ്പാൻഷൻ ഓഫ് ഐസ്, ഇപ്പോൾ കണ്ണ് സ്ലോലി ഗ്രോയിങ് ഫേസിലുണ്ട്, അങ്ങനെ ഉണ്ടായെങ്കിൽ ഇൻ സ്പൈറ്റ് ഓഫ് റീഷേപ്പിംഗ് ദ കോർണിയ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ വീണ്ടും കണ്ണ് ഗ്രോത്ത് ആയിട്ടുണ്ടെങ്കിൽ ഹിൽ ഗെറ്റ് ബാക്ക് ദ പവർ ബിക്കോസ് ദർ വിൽ ബി എ ഡിഫറൻസ് ഇൻ ദ വ്യൂയിങ് ആക്സിസ്. സോ അതിൻ്റെ കാരണം വി ആർ ലുക്കിംഗ് ഫോർ സ്റ്റേബിൾ പവർ ആണ്. ഓക്കെ, പിന്നെ ആസ് ഐ മെൻഷൻ വി ആർ ടോക്കിംഗ് അബൌട്ട് കോർണിയ പ്രൊസീജിയേഴ്സ്. ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് പേഷ്യൻസ് ഉണ്ട് ദിയർ പവേഴ്സ് ആർ വെരി ഹൈ ഓർ ദിയർ കോർണിയ ഇസ് വെരി തിൻ. ഇപ്പോൾ എല്ലാത്തിനും ഒരു ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ ഉണ്ട്. ഈ എല്ലാ പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞത് വി ക്യാൻ ഗോ അപ് ടു -6 or -8 പവർ ആണ്. ഈ മയോപ്പിയ പേഷ്യൻസ് വന്നിട്ട് അപ് ടു -7 വരെ 8 വരെ പോകാൻ പറ്റും. അതേ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ഹൈപ്പറോപ്പിയ പ്ലസ് പവർ പേഷ്യൻസ്, കമ്പനിക്കാർ പറഞ്ഞു വി ക്യാൻ ഗോ അപ് ടു +6 +7 പറഞ്ഞിട്ട്, പക്ഷേ പ്ലസ് പേഷ്യൻസിൽ ദീസ് റിഫ്രാക്റ്റീവ് സർജറീസ് ആർ നോട്ട് വെരി എഫക്റ്റീവ് കമ്പയർഡ് ടു മൈനസ് പേഷ്യൻസ് ആണ്. പിന്നെ നമുക്ക് എസ്റ്റിഗ്മാറ്റിസം പേഷ്യൻസ് വരും. ഇൻ എസ്റ്റിഗ്മാറ്റിസം പേഷ്യൻസ് ഒരു -2 എസ്റ്റിഗ്മാറ്റിസം വരെ ഞങ്ങൾ സ്മൈലും ലാസിക് ചെയ്യാൻ പറ്റും. എസ്റ്റിഗ്മാറ്റിസം ഇപ്പോൾ മയോപ്പിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഇസ് ലാർജർ ദാൻ യൂഷ്വൽ ആണ്. ഹൈപ്പർ മെട്രോപ്പിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഇസ് സ്മോളർ ദാൻ യൂഷ്വൽ ആണ്. അതേ എസ്റ്റിഗ്മാറ്റിസം ഇസ് സംതിങ് വിച്ച് ഇസ് ലൊക്കലൈസ് ടു ദ കോർണിയ. ഇപ്പോൾ കോർണിയയുടെ ഷേപ്പിൽ ചെറിയൊരു ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ കമ്പയർ ടു ദ സൈസ് വെൻ വി ഇൻ ജനറൽ ലുക്ക്, അതൊക്കെ ഞങ്ങൾ എസ്റ്റിഗ്മാറ്റിസം ആണ് പറഞ്ഞു. സോ കോർണിയ ഇറഗുലാരിറ്റിയിൽ എസ്റ്റിഗ്മാറ്റിസമിൽ ഒരു -2 വരെ എസ്റ്റിഗ്മാറ്റിസം ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്മൈൽ ഇല്ല ലാസിക് ചെയ്യാൻ പറ്റും. ഇൻ കേസ് കുറച്ചും കൂടെ ഹയർ എസ്റ്റിഗ്മാറ്റിസം ഉണ്ടെങ്കിൽ അവർക്ക് സേഫ് പ്രൊസീജിയറാണ് PRK. ഇപ്പോൾ ഇത് ക്രൈറ്റീരിയക്ക്
പറ്റുന്നില്ല, കോർണിയ വളരെ തിന്ന് ഓർ ദിയർ പവേഴ്സ് ആർ -8 ആൻഡ് അബവ്, അങ്ങനെ പേഷ്യൻസിക്ക് ഞങ്ങൾ ICL ആണ് പ്രൊസീജിയേഴ്സ് ചെയ്യും. ICL ഓർ ഇംപ്ലാന്റബിൾ കോണ്ടാക്ട് ലെൻസ്, കോളമെല്ലാർ ലെൻസ് ആണ് ഇത് മെയിൻ. ICL ഇംപ്ലാന്റബിൾ കോളമെല്ലാർ ലെൻസ് ആണ് ഇത്. ഞങ്ങൾ കണ്ണുള്ളിൽ ഇടാൻ സാധനമാണ്. സോ വി ഡു ആൻ ഇൻട്രാ ഓപ്പറേറ്റീവ് ഓൺ ടേബിളിൽ ഞങ്ങൾ ഈ ലെൻസിന് കസ്റ്റമൈസ് ആക്കി പേഷ്യൻസിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് ഈ ലെൻസ് കണ്ണുള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിക്ക് വിതൗട്ട് ഗ്ലാസ്സസ് ക്ലിയർ ആയിട്ട് കാണിച്ച് കിട്ടും. സോ ഇറ്റ് ഇസ് എ ടോട്ടൽ ഡിഫറെൻറ്റ് പ്രൊസീജിയർ കമ്പയർഡ് ടു ലാസിക് സ്മൈൽ ഓർ PRK. സോ ഹു ആർ നോട്ട് ഐഡിയൽ ഫോർ ദീസ് കോർണിയ പ്രൊസീജിയേഴ്സ് ഞങ്ങൾ അവർക്ക് ICL സജസ്റ്റ് ചെയ്യും. ദേ കം വിത്ത് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് കോംപ്ലിക്കേഷൻസ് ഓർ സൈഡ് എഫക്ട്സ് വിച്ച് വെനെവർ പേഷ്യൻറ്റ് പ്രസൻസ് ടു അസ് ഞങ്ങൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. 40 years above അവർക്ക് വേറെ വേറെ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് പാറ്റേൺസ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യും. 40 years above ഇത് പറ്റൂല. 40 years above അവർക്ക് ലാസിക് ചെയ്യാൻ സാധ്യമല്ല. ബിക്കോസ് അബവ് 40 years ഗ്ലാസസ്, റീഡിംഗ് ഗ്ലാസസിൻ്റെ ഇഷ്യൂ വരും. സോ വി ഹാവ് ടു കേറ്റർ എ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി ഐ ടു ഗെറ്റ് റിഡ് ഓഫ് ബോത്ത് ദീസ് ഗ്ലാസസ്. ലാസിക് അല്ലാണ്ട് വേറെ റിഫ്രാക്റ്റീവ് സർജറി പറ്റുമോ 40 years? ചെയ്യും. 40 years above പേഷ്യൻസിക്ക് നമുക്ക് ക്ലിയർ ലെൻസ് എക്സ്ട്രാക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും വിത്ത് ദ ലേറ്റസ്റ്റ് അഡ്വാൻസസ്. ഇപ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കാറ്ററാക്ട് പേഷ്യൻസിക്ക് തിമിരം എടുത്ത ശേഷം കണ്ണുള്ളിൽ ഞങ്ങൾ ഇൻട്രാ ഓക്കുലർ ലെൻസ് ഇല്ല ഒരു IOL ഇഞ്ചെക്ട് ചെയ്യും. പണ്ട് ഞങ്ങൾക്ക് ഒരു മോണോഫോക്കൽ ലെൻസ്, ലോവർ ക്വാളിറ്റി ലെൻസസ് ആണ് വന്നുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ലെൻസിൻ്റെ അഡ്വാൻസ്മെൻറ്റ് ആയത് കാരണം മൾട്ടിഫോക്കൽ, ട്രൈഫോക്കൽ ഇങ്ങനത്തെ ലെൻസുകൾ ഞങ്ങൾക്ക് വരണുണ്ട്. മൾട്ടിഫോക്കൽ, ട്രൈഫോക്കൽ പറഞ്ഞാൽ they have a focus at different areas. ഒരു ആൾ ട്രൈഫോക്കൽ ലെൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് കമ്പ്യൂട്ടർ വിഷൻ, ഡിസ്റ്റൻറ്റ് വിഷൻ, റീഡിംഗ് വിഷൻ എല്ലാത്തും കിട്ടും. സോ ദാറ്റ് ഈസ് വൈ പേഷ്യൻസ് ബിറ്റ്വീൻ 40 to 50 years ആർക്ക് ഇന്നും കാറ്ററാക്ട് ഡെവലപ്പ് ആയിട്ടില്ല, ബട്ട് ദേ ആർ ഹാവിങ് എ വെരി ഹൈ പവർ, അവർക്ക് ഞങ്ങൾ ക്ലിയർ ലെൻസ് എക്സ്ട്രാക്ഷൻ ചെയ്തിട്ട് ഈ മൾട്ടിഫോക്കൽ ഇല്ല ട്രൈഫോക്കൽ ലെൻസ് ആണ് ഇടും. അതിൻ്റെ കാരണം ദേ ആർ കേറ്റേർഡ് ഫോർ ഡിസ്റ്റൻസ്, കമ്പ്യൂട്ടർ വിഷൻ ആസ് വെൽ ആസ് നിയർ. വീണ്ടും അവർക്ക് കാറ്ററാക്ട് വരണില്ല. സോ അഗെയിൻ ഇറ്റ് ഇസ് എ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. വൺസ് ക്ലിയർ ലെൻസ് എക്സ്ട്രാക്ഷൻ ചെയ്ത ശേഷം വീണ്ടും ഞങ്ങൾ കാറ്ററാക്ട് സർജറി ചെയ്യാനൊന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ റിഫ്രാക്റ്റീവ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. യെസ്, വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നീട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, നോർമലി വരുന്നില്ല, അൺലെസ് യു ആർ ഗോയിങ് ഇൻ ഫോർ എ കോംപ്ലിക്കേഷൻ. ആസ് ഐ സെഡ്, ടോപ്പ് അപ്പ് ലേസർ ആവശ്യം വരും ചിലവർക്ക്. ഇല്ല യു ഗോ ഫോർ എ കണ്ടീഷൻ വെയർ ഇൻ സ്പൈറ്റ് ഓഫ് ദിസ് പവർ പെട്ടെന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, ബട്ട് യുവർ കോർണിയ ഇസ് സ്റ്റേബിൾ, അങ്ങനെ അവർക്ക് ഞങ്ങൾ ചിലപ്പോൾ ICL ചെയ്യും. സോ ദർ ഇസ് എ കമ്പൈൻഡ് പ്രൊസീജിയേഴ്സ് കോൾഡ് ആസ് ബയോപ്റ്റിക്സ്. സോ കമ്പൈൻഡ് പ്രൊസീജിയേഴ്സ് സംടൈംസ് ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി വരും. അതല്ലെങ്കിൽ ഇപ്പോൾ pre-OP സമയത്ത് എന്തെങ്കിലും ലൈക്ക് കോൺട്രാഇൻഡിക്കേഷൻസ് ബേസിക്കലി അത് ഞാൻ പറഞ്ഞത്. സോ അതർ ദാൻ ഏജ് ആൻഡ് സ്റ്റേബിൾ പവർ ദർ ആർ കപ്പിൾ ഓഫ് അതർ കോൺട്രാഇൻഡിക്കേഷൻസ് ഫോർ റിഫ്രാക്റ്റീവ് സർജറിയാണ്. ഇത് ഞങ്ങൾ കംപ്ലീറ്റ് ബോഡി സിസ്റ്റമിക് ഹെൽത്ത് ഓർ ലോക്കൽ ഇവാലുവേഷൻ അങ്ങനെ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ബോഡി സിസ്റ്റമിക് ഇവാലുവേഷൻ പറഞ്ഞാൽ ഇഫ് ദ പേഷ്യൻ്റ് ഇസ് ഡയബറ്റിസ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഏജ്, ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് വി സി പേഷ്യൻസ് അറ്റ് 20-30 years ഓൾസോ ബീങ് പ്രീ ഡയബറ്റിക്. സോ ഡയബറ്റിക് ഹിസ്റ്ററി ഡോക്ടേഴ്സ് അടുത്ത് റിവീൽ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഡയബറ്റിസ് ഫ്ലക്ച്വേഷൻ ചെയ്യുമ്പോൾ പവർ ഫ്ലക്ച്വേഷൻസ് എപ്പോഴും പേഷ്യൻസിക്ക് വരും. പേഷ്യൻസ് ഹു ആർ ഹാവിങ് തൈറോയിഡ് പ്രോബ്ലം, ഇങ്ങനത്തെ പേഷ്യൻസിക്ക് ഡ്രൈ ഐസ് വളരെ ഹൈ ചാൻസസ് ആണ്. സെക്കൻഡ്ലി, പേഷ്യൻസ് സഫറിങ് ഫ്രോം സിഗ്നിഫിക്കൻറ്റ് അലർജി, ഇപ്പോൾ ATOP ഓർ സ്കിൻ അലർജി, ഐ അലർജി, ഇത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് അലർജി പേഷ്യൻസ് അവരുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് സേഫർ നോട്ട് ടു ഓപ്റ്റ് ഫോർ റിഫ്രാക്റ്റീവ്. സിവിയർ അലർജി, നോട്ട് മൈൽഡ് ഓർ മിനിമൽ നവന്തൻ അലർജി, സിവിയർ അലർജിക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇല്ല അവർക്ക് കുറച്ച് രോഗങ്ങൾ, മാർഫൻസ് ഡിസീസ്, എഹ്ലർ-ഡാനോസ് അങ്ങനെ കുറച്ച് ഇലാസ്റ്റിസിറ്റിൻ്റെ രോഗങ്ങളുണ്ട്. അങ്ങനെ പേഷ്യൻസിനും ഞങ്ങൾ കൃഷ്ണമണിയിലൊന്നും ചെയ്യാറില്ല. ആൻഡ് ലാസ്റ്റ് ബട്ട് ഒബ്വിയസ്ലി സീറോ പോസിറ്റീവ് HIV പേഷ്യൻസ് ഇടയ്ക്ക് ഉണ്ടെങ്കിൽ വി ഡു നോട്ട് സജസ്റ്റ് ഫോർ ദീസ് പ്രൊസീജിയേഴ്സ്. ആൻഡ് നോൺ ഡിസീസ് റിലേറ്റഡ് വന്നിട്ട് പെൺകുട്ടികൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 2-3 months ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർ ദേ ഹവ് ഡെലിവേർഡ്, അത് ആ പേഷ്യൻസിക്ക് ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഫോർ അനദർ 3 or 4 menstrual cycles റെഗുലർ ആവേണ്ട വരെ ഞങ്ങൾ റിഫ്രാക്റ്റീവ് സർജറീസ് സജസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇതാണ് സിസ്റ്റമിക്. ഇപ്പോൾ കണ്ണിൽ സ്പെസിഫിക് ആയിട്ട് വന്നിട്ട് ആസ് ഐ സെഡ് കൃഷ്ണമണിയിൽ സ്കാർ ഉണ്ടെങ്കിൽ ഓർ പേഷ്യൻറ്റ് പണ്ട് കൃഷ്ണമണീൻ്റെ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിക്ക് റെറ്റിന മൊത്തം ഡാമേജ് ആയിട്ട് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, ഇല്ല ഒരേ കണ്ണുണ്ട് പേഷ്യൻറ്റ് മറ്റേ കണ്ണ് കംപ്ലീറ്റ് ഡാമേജ് ആയി പോയിട്ടുണ്ട്, ഇങ്ങനത്തെ കണ്ടീഷൻസിൽ ഞങ്ങൾ ചെയ്യാനില്ല. ആൻഡ്
അണ്ടർ ദിസ് അംബ്രല്ല മെയിൻലി കംസ് കെറട്ടോകോണസ് ആണ്. കെറട്ടോകോണസ് പേഷ്യൻസിക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് അവോയ്ഡ് ചെയ്യും റിഫ്രാക്റ്റീവ് സർജറി. കെറട്ടോകോണസ് പറഞ്ഞാൽ കൃഷ്ണമണി ഓൾറെഡി ബെൻഡ് ആയിട്ടുണ്ട് ഈ പേഷ്യൻസിൽ. സോ ഓൾറെഡി ഡാമേജ്ഡ് കോർണിയയിൽ ഞങ്ങൾ ഏതോ ഒരു റിഫ്രാക്റ്റീവ് സർജറി ചെയ്താൽ ഫ്യൂച്ചറിൽ ദേ മേ ലൂസ് ദി എക്സിസ്റ്റിംഗ് വിഷൻ. സോ ദിസ് ഇസ് ഹൗ വി ഡിസൈഡ് വെദർ എ പേഷ്യൻറ്റ് ഇസ് ഐഡിയൽ ഫോർ ദ പ്രൊസീജിയർ ഓർ നോ. അതായത് കണ്ണിന് മാത്രം പ്രശ്നം വേണമെന്നില്ല, ലൈക്ക് മേ ബി ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്നാലും മതി, ലൈക്ക് ആർത്രൈറ്റിസ്. സോ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ബോഡിയിൽ ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇസ് ബെറ്റർ ടു അവോയ്ഡ്. ബിക്കോസ് ഞങ്ങൾ ഏത് പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടെങ്കിലും ദ ബോഡി ക്യാൻ ഓവർ റിയാക്ട്. സോ ഞങ്ങൾക്ക് പേടിയാണ് ഇവിടെ സ്കാറിങ്. സോ വി നോർമലി പ്രൊവൈഡ് ദ പേഷ്യൻസ് വിത്ത് ടോപ്പിക്കൽ സ്റ്റീറോയിഡ്സ് ആണ് ഞങ്ങൾ നോർമലി കൊടുക്കും. പക്ഷേ ഇഫ് ദ ബോഡി ഈസ് ഓൾറെഡി അണ്ടർ എൻ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ വേർ ഓട്ടോ ഇമ്മ്യൂൺ പറഞ്ഞ് ഒരു ശരീരം അത് തന്നെ ഡയറക്റ്റ് ഇൻഡിവിജ്വൽ അറ്റാക്ക് ചെയ്യും പറഞ്ഞിട്ട്, സോ ഇറ്റ് വിൽ ഗോ ആൻഡ് അറ്റാക്ക് ദി ഏരിയ ഓഫ് ദ പ്രൊസീജിയർ. സോ ചെയ്ത പ്രൊസീജിയർ സ്ഥലത്തിൽ സ്കാർ ആയിട്ടുണ്ടെങ്കിൽ ദെൻ അഗെയിൻ ദ വിഷൻ വിൽ ബി ലോസ്റ്റ്. സോ അത് കാരണം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പേഷ്യൻസുക്കും ദേ ആർ നോട്ട് എൻ ഐഡിയൽ കാൻഡിഡേറ്റ്. സെക്കൻഡ്ലി പേഷ്യൻസുക്ക് ഒത്തിരി ആക്നെ ഉണ്ട്, ആക്നെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വെരി ക്ലോസ് ടു ദി ഐ. സോ ഫേസ് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ ആൾക്കാർക്ക് ഇറ്റ് ഇസ് ബെറ്റർ ടു അവോയ്ഡ് ഫോർ 6 months ആൻഡ് ദെൻ കം ഫോർ എ റിഫ്രാക്റ്റീവ് സർജറി. ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അവർ വേറൊരു മെഡിക്കൽ കണ്ടീഷനും ഉണ്ടാവാൻ പാടില്ല. ഡിപ്പെൻഡ്സ് മെഡിക്കൽ കണ്ടീഷൻ ഏതാണ് ഞങ്ങൾക്ക് വേണം. ദർ ഇസ് അബ്സൊല്യൂട്ട് കോൺട്ര ഇൻഡിക്കേഷൻ ആണ് കുറച്ചും കൂടി റിലേറ്റീവ് കോൺട്ര ഇൻഡിക്കേഷൻ. ആസ് ഐ സെഡ് ഈ ആക്നെ ട്രീറ്റ്മെൻറ്റിൽ ഒരു പർട്ടിക്കുലർ ഡ്രഗ് ഉണ്ട് ഐസോട്രെറ്റിനോയിൻ പറഞ്ഞിട്ട്. ആ ഡ്രഗ് അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബെറ്റർ ടു അവോയ്ഡ് ഫോർ 6 months. അല്ലെങ്കിൽ ദർ ഇസ് നോട്ട് മച്ച് ഓഫ് എ പ്രോബ്ലം. സോ ഇപ്പോൾ ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ആൾക്കാർ, സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു അവോയ്ഡ് എനി കൈൻഡ് ഓഫ് പ്രൊസീജിയർ ഇൻ ദി ഐ ഫോർ അറ്റ്ലീസ്റ്റ് എ month before doing these procedures. അപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഡോക്ടറെ അടുത്ത് പറയണം, കള്ളം പറയരുത്. അത് 100% ആണ്. സോ ഞങ്ങൾ കള്ളം പറഞ്ഞിട്ട് ഒരു പ്രൊസീജിയർ വേണ്ടിയിട്ട് ഇഫ് വി ഹൈഡ് ദ ട്രൂത്ത് ഫ്രം ദ ഡോക്ടർ, ആസ് വി ടെൽ ഡോക്ടേഴ്സ് ആൻഡ് ലോയേഴ്സിൽ എപ്പോഴും യു ഷുഡ് നോട്ട് ഹൈഡ് ദ ട്രൂത്ത് ആണ്, സത്യമായിട്ട് പറഞ്ഞാൽ വേണം. ഇറ്റ് മേ ബി യു മേ ഗെറ്റ് യുവർ പ്രൊസീജിയർ ആഫ്റ്റർ 6 months, ബട്ട് സേഫ്റ്റി പ്രോട്ടോകോൾ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതർവൈസ് വൺസ് യു ലൂസ് യുവർ വിഷൻ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് ടു ഗെറ്റ് ഇറ്റ് ബാക്ക്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഡോക്ടർ? സംടൈംസ് അങ്ങനത്തെ വരും. ഇപ്പോൾ പേഷ്യൻറ്റ് അത് അത്ര കീനായിട്ട് നോട്ട് ചെയ്യുന്നില്ല, ദേ ഡു നോട്ട് നോ വാട്ട് ട്രീറ്റ്മെൻറ്റ് ദേ ആർ ടേക്കിംഗ്. ഇപ്പോൾ പോയിട്ട് സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ് അവർ എടുക്കും, ബട്ട് ദേ ഡു നോട്ട് നോ ദറ്റ് ദ മെഡിസിൻസ് ദേ ആർ യൂസിങ് അത് ഐസോട്രെറ്റിനോയിൻ ആണ്. അങ്ങനെ ആകുമ്പോൾ ഹീലിംഗ് ഇഷ്യൂസ് വരും. സോ പോസ്റ്റ് ഓഫ് പേഷ്യൻസ് പ്രസൻറ്റ് ടു അസ് ആൻഡ് ഫർദർ ഞങ്ങൾ അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, ഞങ്ങളൊരു ജസ്റ്റ് 6 months മുമ്പ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു. ദറ്റ് ഈസ് വെൻ വി ഗെറ്റ് ടു നോ. ഓർ പേഷ്യൻസ് ദെൻ ടെൽ ദറ്റ് ഞാൻ ഈ കണ്ണടി പുതിയതാണ്, ജസ്റ്റ് 3 months ബാക്കാണ് മേടിച്ചത്, എനിക്ക് പറഞ്ഞാൽ മറന്നു പോയി, പണ്ട് ഞാൻ മേടിച്ച കണ്ണടി ഇടയ്ക്ക് ഞാൻ ചേഞ്ച് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. സോ ദേ ഹൈഡ് ദ ട്രൂത്ത്. അങ്ങനെ ചിലപ്പോൾ ഞങ്ങൾക്ക് കിട്ടും പേഷ്യൻസ്. ഓർ അവരുടെ ഫാമിലി റിലേറ്റീവ്സ് ആർക്ക് ഉണ്ടായെങ്കിൽ കെറട്ടോകോണസ് ഒരു രോഗം വന്നായിരുന്നു, അത് നമുക്ക് പറഞ്ഞിട്ടില്ല എങ്കിൽ ദെൻ വി ടെൻ ടു മിസ് ഇറ്റ്. സോ ഒരു ബോർഡർ ലൈൻ കെറട്ടോകോണസ് പേഷ്യൻറ്റ് ഞങ്ങൾക്ക് ഇനീഷ്യൽ സ്കാൻ റിപ്പോർട്ട്സിൽ ഞങ്ങൾക്ക് കാണാനില്ല. സോ പോസ്റ്റ് ഓപ്പ് വരുമ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടും ഈ പേഷ്യൻറ്റിക്ക് കെറട്ടോകോണസ് വന്നു. ആ ടൈമിൽ അവർ പറഞ്ഞു ഇല്ല, എൻ്റെ റിലേറ്റീവ്ക്കും ഞാൻ പേര് കേട്ടിട്ടുണ്ട്, റിലേറ്റീവും കെറട്ടോകോണസിൽ സഫർ ചെയ്തായിരുന്നു. ദീസ് പേഷ്യൻസ് നോർമലി, ബട്ട് ദേ ആർ നോട്ട് വെരി വെരി കോമൺ ബിക്കോസ് ഞങ്ങൾ പ്രീ ഓപ്പ് സ്ക്രീനിങ് വളരെ കൂടുതലായിട്ട് ചെയ്യും. സോ വി ഡു എ വെരി വെരി ഇൻട്രിക്കേറ്റ് പ്രീ ഓപ്പറേറ്റീവ് സ്ക്രീനിങ് ടു ഐഡൻറ്റിഫൈ ദ റൈറ്റ് പേഷ്യൻ്റ് ആണ്. സോ അൺലെസ് ദർ ഹൈഡ് ദ ട്രൂത്ത് ഫ്രം us, ദാറ്റ് ഇസ് വെൻ ഞങ്ങൾക്ക് പ്രോബ്ലം വരും. അപ്പോൾ ഇങ്ങനത്തെ ഈ നെഗറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സൊക്കെ നമ്മൾ മാറ്റിക്കഴിഞ്ഞ് ലൈക്ക് ദിസ് പേഴ്സൺ ഈസ് ഐഡിയൽ ഫോർ റിഫ്രാക്റ്റീവ് സർജറി, അങ്ങനെയാണെങ്കിൽ ഇതൊരു 100% സക്സസ് റേറ്റ് ആയിരിക്കും. ഏത് ട്രീറ്റ്മെൻറ്റും ഏത് പ്രൊസീജിയേഴ്സ് 100% സക്സസ് റേറ്റ് ഇല്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ സർജറി. സോ ഞങ്ങൾ എപ്പോഴും ഒരു 99% ആണ് ഞങ്ങൾ സക്സസ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ അടുത്ത് ചോദിക്കും, ഇപ്പോൾ ട്രാവൽ നിങ്ങൾ റോഡിൽ പോകുമ്പോൾ ക്യാൻ യു ഗിവ് 100% സക്സസ് ചാൻസസ് ദാറ്റ് ഞങ്ങൾക്കൊന്നും ആക്സിഡൻറ്റ് ആവുന്നില്ല പറഞ്ഞിട്ട്. ഇറ്റ് കുഡ് ബി എ പെഡസ്ട്രിയൻ, മോട്ടോർ വെഹിക്കിൾ ഓർ 4-wheeler. സോ ആക്സിഡൻറ്റ് റിസ്ക് വിൽ ഓൾവേസ് ബി ദർ. ഞങ്ങൾക്ക് ചെക്കപ്പ് ചെയ്യും സോ ദാറ്റ് വി അവോയ്ഡ് മോസ്റ്റ് ഓഫ് ദ കോംപ്ലിക്കേഷൻസ് ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇഫ് ദാറ്റ് പേഴ്സൺ പർട്ടിക്കുലർ പേഴ്സണ് ഏതോ ഒരു കാരണത്തിൽ കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ട്രീറ്റബിൾ. അതാണ് മെയിൻ കാര്യങ്ങൾ. ദേ ഹാവ് ടു ഇമീഡിയറ്റ്ലി കം ടു ദ ഡോക്ടർ ആൻഡ് ഗെറ്റ് ഇറ്റ് ട്രീറ്റഡ്. സോ സംടൈംസ് അതിൻ്റെ കോംപ്ലിക്കേഷൻ ഞങ്ങൾക്ക് ഹോൾട്ട് ചെയ്യാൻ പറ്റും, സംടൈംസ് വി ക്യാൻ റിവേഴ്സ് ദ പ്രോബ്ലം. സോ നോ പ്രൊസീജിയർ ഇസ് 100% സേഫ്. വെദർ ഇറ്റ്സ് കോൺടാക്ട് ലെൻസ് വെയറിംഗ് or whether it is procedures like refractive surgeries, there may be 1 or 2% risk, but making the patient aware what are the risk he could face and avarinde educate ആക്കിയിട്ട് അവർക്ക് ഒന്നും പ്രശ്നം ഫ്യൂച്ചറിൽ വന്നാൽ making sure that they return back to the doctors, ഇതാണ്
ഇതാണ് മെയിൻ ക്രൈറ്റീരിയ. പൊതുവേ കാണപ്പെടുന്ന ഒരു സൈഡ് എഫക്ട്സ് എന്തായിരിക്കും? ആസ് ഐ സെഡ്, ഇപ്പോൾ സൈഡ് എഫക്റ്റ് വന്നാൽ നോർമലി ഡ്രൈനെസ് ആണ്. ഡ്രൈ ആയി, പിന്നെ ഞങ്ങൾ പേഷ്യൻറ്റിക്ക് ഒരു ഗ്ലെയർ ആൻഡ് ക്വാളിറ്റി, ഞങ്ങൾക്ക് ദർ ആർ 2 ഫാക്ടേഴ്സ് ഇൻ വിഷൻ, ക്വാളിറ്റി ഓഫ് വിഷൻ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് വിഷൻ. ഞങ്ങൾ നോർമലി പേഷ്യൻസ് വരുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിലാണ് ചെക്ക് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. പേഷ്യൻറ്റിക്ക് 100% വിഷൻ ഉണ്ട്, പക്ഷേ അവർക്ക് ആ ക്വാളിറ്റി ഓഫ് വിഷൻ വരാൻ കുറച്ചും കൂടെ സമയമെടുക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞങ്ങളൊരു സർഫേസിനെ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. വിച്ച് എവർ റിഫ്രാക്റ്റീവ് പ്രൊസീജിയർ ചെയ്താൽ ഒരു 6 months ടൈം കൊടുക്കാൻ വേണം. സോ ഓവർ എ പീരീഡ് ഓഫ് ടൈം ദ ക്വാളിറ്റി ഓഫ് വിഷന്, ക്രിസ്പ്നെസ്, ഇതെല്ലാം സ്ലോലി ഇംപ്രൂവ് ആവും. സോ ക്വാളിറ്റി ഓഫ് വിഷൻ്റെ ഓൾട്ടറേഷൻസ് ഇല്ല, ഡ്രൈ ആയി. ഇത് വളരെ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആണ്. സം പീപ്പിൾ ആർ വെരി സെൻസിറ്റീവ് ടു ദിസ് പ്രോബ്ലം. കുറച്ച് പേർക്കും വലിയൊരു കുഴപ്പം വരുന്നില്ല ഇതിൻ്റെ കാരണം. സോ ഇതാണ് സൈഡ് എഫക്ട്സ്. സോ ദാറ്റ് ക്യാൻ ബി ദർ ഇൻ മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ്. അങ്ങനെ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് പേഷ്യൻസ് ആർ ഫ്രീ ഓഫ് സൈഡ് എഫക്ട്സ്, ബട്ട് ദേ ആർ ഓൾ വേവ് ഓഫ് ഓവർ എ പീരീഡ് ഓഫ് 3 to 6 months. ഡ്രൈനസ് ആണെങ്കിലും ഗ്ലെയർ ആണെങ്കിലും ഒരു 6 months കഴിഞ്ഞാൽ മാക്സിമം 6 months സ്ലോലി ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്കത് ക്ലോസ് ആവും. സോ ക്ലിയർ ആവും, പേഷ്യൻസിന് അതെല്ലാം ക്ലിയർ ആയിട്ട് ദേ വിൽ ബി കംഫർട്ടബിൾ. ആൻഡ് അപ് ടു ദി ഏജ് ഓഫ് 40 years ദേ വിൽ ബി എൻജോയിങ് ഗ്ലാസ് ഫ്രീ വിഷൻ ആണ്. 40 years ശേഷം സ്ലോലി അവർക്ക് റീഡിംഗ് വിഷൻ വരും. ബിക്കോസ് ആസ് ഐ ടോൾഡ്, വി ആർ കറക്റ്റിംഗ് ഓൺലി ദ ഡിസ്റ്റൻസ് ഫോർ യങ് പേഷ്യൻസ്. സോ റീഡിംഗ് വരുമ്പോൾ they will have to wear glasses for their computer work and reading. അപ്പോൾ ഈ നിയർ സൈറ്റഡ്നെസ്, ഫാർ സൈറ്റഡ്നെസ് ഒക്കെ ഇത് ഈ ഒരു മെത്തേഡ് കവർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പോസ്റ്റ് ഓഫ് റിക്കവറി അല്ലെങ്കിൽ പോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണ്? അപ്പോൾ ഏത് പ്രൊസീജിയർ ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ റിയാക്ഷൻ. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എ കൗണ്ടർ പ്രൊഡക്റ്റീവ് റിയാക്ഷൻ ആണ്. സോ ഹിയർ വി ആർ സ്കെയർഡ് ഓഫ് സ്കാറിങ്. സോ ഞങ്ങളൊരു പ്രൊസീജിയർ ചെയ്ത ശേഷം പേഷ്യൻസിക്ക് ഐ ഡ്രോപ്സ് ആയിട്ട് സ്റ്റീറോയിഡ്സ് തരും. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പേഷ്യൻസ് ആ തന്ന ഡോസ്, എവറി പ്രൊസീജിയർ ഹാസ് ഇറ്റ്സ് ഓൺ പ്രോട്ടോകോൾ, പോസ്റ്റ് ഓഫ് പ്രോട്ടോകോൾ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ആൻറ്റിബയോട്ടിക്സ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓഫ് ഞങ്ങൾക്ക് 1 to 2 days ഞങ്ങൾ വി ആർ സ്കെയർഡ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. സോ ഞങ്ങളൊരു കുറച്ച് 3-4 days ആൻറ്റിബയോട്ടിക്സ് തരും പേഷ്യൻറ്റിക്ക്. ഐ കെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു. ലൈക്ക് ഫേസ് വാഷ് വിടുന്നില്ല, ഞങ്ങൾ തല കുളിക്കാൻ വിടുന്നില്ല, വെളിയിലോട്ട് പോകാൻ അത്ര അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. സോ 3-4 days ദേ നീഡ് ടു ബി ടേക്കിംഗ് കെയർ ഓഫ് ദീസ് തിങ്സ്. ലോങ് ടേം വന്നിട്ട് ഒരു 1 month 2 month ആയിട്ട് ഞങ്ങൾ പേഷ്യൻസിക്ക് സ്റ്റീറോയിഡ്സ് കൊടുക്കും. സോ ദാറ്റ് വി ബ്രിങ് ഡൗൺ ദ ബോഡി റിയാക്ഷൻ. സോ ഇത് കറക്റ്റായിട്ട് ടൈമിൽ യൂസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് വി ഹാവ് സീൻ പേഷ്യൻസ് പ്രൊസീജിയർ ശേഷം ദേ ടെൻ ടു നിഗ്ലെക്ട് their medications, may not be purposefully, maybe their work nature does not allow them to use the medications properly. അങ്ങനത്തെ പേഷ്യൻസ് ഉണ്ട്. ചിലപ്പോൾ കണ്ണത്ത് പ്രഷർ പെട്ടെന്ന് കൂടും, ഇല്ല ദർ മേ ബി early development of scarring ആണ്. സോ ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. ഒരു പ്രൊസീജിയർ ചെയ്ത ശേഷം അതിൻ്റെ പ്രോട്ടോകോൾ ഞങ്ങൾ എന്താ പറഞ്ഞു, അവർക്ക് സ്റ്റീറോയിഡ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അല്ലാത്ത വി ഗിവ് എവറി വൺ എ ലൂബ്രിക്കൻറ്റ്. സോ ഈ ഡ്രൈ ഐ മെഡിക്കേഷൻസ് നോർമലി പേഷ്യൻസ് ഒരു 2 to 3 months വരെ ഞങ്ങൾ പറഞ്ഞു തരും. So that they do not suffer from dry eye and it will help them, because most of the patients ഈ IT profession patients ആകുമ്പോൾ സ്ക്രീൻ ടൈം അവരുടെ കൂടും. സോ അത് കാരണം ആസ് എ പ്രോട്ടോകോൾ ആൻറ്റിബയോട്ടിക്സ്, സ്റ്റീറോയിഡ്സ് ആൻഡ് ഡ്രൈ ഐ മെഡിക്കേഷൻസ് ആയിട്ട് ഞങ്ങൾ എല്ലാ പേഷ്യൻസിക്ക് തരും. ആൻഡ് ഐ കെയർ വന്നിട്ട് ഇപ്പോൾ ഫീമെയിൽ പേഷ്യൻസിക്ക് ഐ മേക്കപ്പ് ഞങ്ങളൊരു 1 to 2 weeks അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. സ്വിമ്മിങ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു 1 month 2 months ഞങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. ഈ സൺലൈറ്റൊക്കെ പോകാനുണ്ടെങ്കിൽ ബെറ്റർ ടു വെയർ സൺ പ്രൊട്ടക്റ്റീവ് ഗ്ലാസ്സസ്. അതൊരു റിഫ്രാക്റ്റീവ് പേഷ്യൻറ്റിക്ക് മാത്രമല്ല, ഇൻ ജനറൽ ഓൾസോ UV പ്രൊട്ടക്റ്റീവ് ഗ്ലാസ്സസ് യൂസ് ചെയ്യാൻ ബെറ്ററാണ്. സോ ദീസ് ആർ സം ഓഫ് ദ പോസ്റ്റ് ഓഫ് പ്രോട്ടോകോൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പേഷ്യൻസ്. അതായത് ലൈക്ക് ഫോർ അറ്റ്ലീസ്റ്റ് 1 month ഇച്ചിരി ഐസിന് റെസ്റ്റ് കൊടുത്ത് സ്ട്രെയിൻ ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. യു കെൻ ഗെറ്റ് ബാക്ക് ടു വർക്ക്, യു കെൻ റെസ്യൂം യുവർ വർക്ക്, ദർ ഇസ് നോ പ്രോബ്ലം. എല്ലാ റെഗുലർ ആക്ടിവിറ്റീസ് ചെയ്യാനൊന്നും കുഴപ്പമില്ല. ബട്ട് ആസ് ഐ സെഡ്, വാട്ടർ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, സ്വിമ്മിങ് പോകാനുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിസ്ക് ആണ്. ഐ മേക്കപ്പ് യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ദെൻ ബെറ്റർ ടു അവോയ്ഡ് ഫോർ 1 or 2 weeks. ഇതാണ് നമുക്ക് മെയിൻ. അല്ലാത്ത ദർ ഇസ് നോട്ട് മച്ച് ഓഫ് എൻ ഇഷ്യൂ. പോസ്റ്റ് ഓഫ് റിക്കവറി പീരീഡ് സ്മൂത്ത് ആണ്. ഇപ്പോൾ കമ്മിങ് ടു ICL ഞങ്ങൾ പോസ്റ്റ് ഓഫ് പീരീഡ് 7 days ആയിട്ട് ഇൻഫോം ചെയ്യും. ബിക്കോസ് വി ആർ ഡൂയിങ് സംതിങ് ഇൻസൈഡ് ദി ഐ. സോ 7 days ആകുമ്പോൾ ദ ഹീലിംഗ് takes place. So കോർണിയയുടെ ഹീലായിട്ട് പേഷ്യൻസ് വിൽ ബി വെരി കംഫർട്ടബിൾ. സോ പേഷ്യൻസ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ദേ കൻ ഡു ആഫ്റ്റർ 10 days ഫോളോയിങ് ദ പ്രൊസീജിയർ ആണ്. സോ ഇങ്ങനെ ഈച്ച് ഓഫ് ദം കം വിത്ത് യർ ഓൺ ഗൈഡ് ലൈൻസ് ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ആണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പേഷ്യൻസ് ടു പേ അറ്റൻഷൻ വിച്ച് പ്രൊസീജിയർ ദേ ആർ ഡൂയിങ് ആൻഡ് ഡോക്ടേഴ്സ് പോസ്റ്റ് ഓഫ് കെയർ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും പറഞ്ഞു. അല്ല, ഇപ്പോൾ ഈ സർജറിക്ക് ശേഷം ഡോക്ടർ ഒരു പ്രത്യേക ഡയറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് റെക്കമെൻഡ് ചെയ്യും? ഇല്ല, ലൈഫ് സ്റ്റൈൽ വൈസ് ദർ ഇസ് നോ ചേഞ്ചസ് ദാറ്റ് ഇസ് റിക്വയർഡ്.
റിക്വയർഡ് ബിക്കോസ് ഇറ്റ് ജസ്റ്റ് സർഫേസ് കോർണിയ പ്രൊസീജിയർ ആണിത്. സോ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒന്നും ആവശ്യമില്ല. ആഹാരം ദേ ക്യാൻ ഹാവ് വാട്ട് എവർ എന്ത് കഴിക്കുന്നുണ്ടോ അതെല്ലാം കഴിക്കാൻ പറ്റൂ. ജിമ്മ് ഇതെല്ലാം പോകുന്നുണ്ടെങ്കിൽ നോർമലി വി ടെൽ അവോയ്ഡ് ഫോർ 1 week ബിക്കോസ് സ്വെറ്റ് ഇതെല്ലാം വരുമ്പോൾ യു ടെൻഡ് ടു വാഷ് യുവർ ഫേസ്. സോ ഐ കോൺടാക്ട് വാട്ടർ ഇൻ ടു ദി ഐ ആണ് ഞങ്ങൾ നോർമലി പേടിക്കും. സോ അത് കാരണം ഒരു 1 week അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ദെൻ ദേ ക്യാൻ റെസ്യൂം ഓൾ ദിയർ ആക്ടിവിറ്റീസ്. സോ ഡയറ്റ് വൈസ് ഇല്ല പ്രത്യേകിച്ച് ഒരു മോഡിഫിക്കേഷൻ ചെയ്യാനൊരു ദർ ഇസ് നോ സ്പെസിഫിക് റീസൺസ് ഫോർ ദാറ്റ്. സോ 1 week കണ്ണ് വാഷ് ചെയ്യാനേ പാടില്ല. ഇല്ല, 3 days 3 to 4 days ആണ് ഞങ്ങൾ ഡയറക്റ്റ് ഫേസ് വാഷ് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ വി ഗിവ് ദം സംതിങ് കോൾഡ് ആസ് ഐ വൈപ്സ്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഐ വൈപ്സ് ദേ ക്യാൻ മെയിൻറ്റെയിൻ ദി ഐ ഹൈജീൻ ആണ്. ഇപ്പോൾ ഇഫ് സംബഡി ഹാസ് എ വെരി ഫേസ് കെയർ റൂട്ടീൻ ആണ്, ലൈക്ക് യു പുട്ട് എ ലോട്ട് ഓഫ് പ്രോഡക്ട്സ് ഓൺ യുവർ ഫേസ്, ബെറ്റർ ടു അവോയ്ഡ് ഫോർ 1 week ആണ്. സോ സിമ്പിൾ ഫേസ് വാഷ് ആഫ്റ്റർ 3 or 4 days യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു യുവർ റെഗുലർ. പിന്നെ ഐ മീൻ ഇറ്റ്സ് എ സില്ലി ക്വസ്റ്റ്യൻ ബട്ട് ലൈക്ക് ഈ സർജറി പെയിൻഫുൾ ആ? നോ, ബിക്കോസ് വി പുട്ട് ടോപ്പിക്കൽ അനസ്തീഷ്യ. ഞങ്ങൾ ഡ്രോപ്സ് ഇട്ടിട്ടാണ് പ്രൊസീജിയർ ചെയ്യും. ഏറ്റവും പെയിൻലെസ് ആണ് സ്മൈലിൽ കുറച്ചും കൂടെ പെയിൻ വരുന്നില്ല. ദേ വാക്ക് ഇൻ വിത്ത് ഗ്ലാസസ്, ദേ വാക്ക് ഔട്ട് വിതൗട്ട് ഗ്ലാസസ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് 10-15 seconds and you are rid of your glasses. PRK വരുമ്പോൾ വി ആർ ഡൂയിങ് ഇറ്റ് ഓൺ സർഫേസ്. ആസ് ഐ സെഡ് കുറച്ചും കൂടെ പേഷ്യൻസിന് പെയിൻ വരും ആസ് ദി അനസ്തീഷ്യ വെയർസ് ഔട്ട്. ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ചെയ്തിട്ട് 1/2 hour to 1 hour ആകുമ്പോൾ അനസ്തീഷ്യ ഇഫക്റ്റ് മാറും. ബിക്കോസ് വി ആർ നോട്ട് ഗിവിങ് എനി ഇഞ്ചെക്ഷൻസ്, ജസ്റ്റ് ഡ്രോപ്സ് ഇട്ടിട്ട് അനസ്തീഷ്യ ഞങ്ങൾ തരും. ബട്ട് വൺസ് ദിസ് വെയർസ് ഔട്ട് സ്ലോലി 24 to 48 hours പേഷ്യൻറ്റിക്ക് പെയിൻ വരും. സോ ഇറ്റ്സ് എ പോസ്റ്റ് ഓഫ് പെയിൻ ഇൻ കേസ് ഓഫ് PRK. അല്ലാത്ത ഓൺ ദ ടേബിൾ പ്രൊസീജിയർ വെദർ ഇറ്റ്സ് ICL, LASIK, PRK, സ്മൈൽ, ഏത് പ്രൊസീജിയർ ദേ ആർ ഓൾ പെയിൻ ഫ്രീ ഓൺ ദ ടേബിൾ. സോ അതൊന്നും ടെൻഷൻ എടുക്കാം. സർജറി ടൈം ഇതിനെല്ലാത്തിനും സെയിം ആണ്? ഇല്ല, ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ബിക്കോസ് ഈച്ച് ഓഫ് ദം ഹാവ് ദിയർ ഓൺ മെക്കാനിസം ആണ്. PRK വന്നിട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് മഷീൻ ആൻഡ് ദ ടൈപ്പ് ഓഫ് ലേസർ ഷോട്ട്സ് അത് തരുമ്പോൾ PRK വിൽ ടേക്ക് അറൌണ്ട് 15 minutes ഫോർ ബോത്ത് ദി ഐസ്. സ്മൈൽ വന്നിട്ട് ഇറ്റ് വിൽ ടേക്ക് അറൌണ്ട് 5 minutes ഫോർ ബോത്ത് ദി ഐസ്. സ്മൈൽ പ്രോ, സിൽക്ക് ഇതെല്ലാം കുറച്ചും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് ആണ്. ടൈം മേ ബി സ്റ്റിൽ ഷോർട്ടർ. സോ ഈച്ച് ഓഫ് ദ ഓൺ എ ഹോൾ ഇഫ് യു കൺസിഡർ 15 minutes വുഡ് ബി ദ മാക്സിമം ഇൻ എനി case of a refractive including ICL. So idana main. So within 15 minutes you go glass free. Yeah, that's something. Exactly. ഇപ്പോൾ ഒരു റിഫ്രാക്റ്റീവ് സർജറി ഓപ്റ്റ് ചെയ്യണ ഒരാളടുത്ത് എന്ത് അഡ്വൈസാണ് ഡോക്ടർ കൊടുക്കുക? റിഫ്രാക്റ്റീവ് സർജറി ആൾക്കാർക്ക് മെയിൻ ആയിട്ട് ഏജ് ക്രൈറ്റീരിയ. ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ റിഫ്രാക്റ്റീവ് സർജറി, ദ യങ്കർ യു ആർ ദ ബെറ്റർ ആണ് ഗ്ലാസ് ഫ്രീ പീരിയഡ് നിങ്ങൾക്ക് കിട്ടും. ഇഫ് യു ആർ തിങ്കിങ് അറ്റ് ദി ഏജ് ഓഫ് 20s യു ഫീൽ ദാറ്റ് അയ്യോ ഞാൻ ജസ്റ്റ് 20 years ആണ്, ഷുഡ് ഐ ഡു അങ്ങനെ ആലോചിച്ചിട്ട് അറ്റ് ദി ഏജ് ഓഫ് 35 ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ റിഫ്രാക്റ്റീവ് സർജറി, പിന്നെ ഒരു 4-5 years ആണ് യു വിൽ ബി വിതൗട്ട് ഗ്ലാസസ്. ദാറ്റ് ആക്ച്വൽ ജോയ് ഓഫ് ഗോയിങ് ഗ്ലാസ് ഫ്രീ വിൽ നോട്ട് ബി ദർ. അതേ യങ്കർ ഏജ് ഗ്രൂപ്പ് ഇഫ് യു ഫോൾ ഇൻ ടു ഓൾ ദ ക്രൈറ്റീരിയ, എല്ലാം ഓക്കെ ആണ്, നിങ്ങളുടെ ക്രൈറ്റീരിയാസ് ആർ ഓൾ ഓക്കെ, ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ഗോയിങ് ഫോർ റിഫ്രാക്റ്റീവ് സർജറീസ് നേരത്തെ ചെയ്യാൻ നല്ലതാണ്. യങ്കർ ദി ഏജ് ഗ്രൂപ്പ് ദ മോർ ലോങ്കർ യു ആർ ഗോയിങ് ടു ഹാവ് എ ഗ്ലാസ് ഫ്രീ പീരിയഡ് ആണ്. സോ അതുകൊണ്ട് ഞാൻ അവർക്ക് പറഞ്ഞു ഗ്ലാസ് ഫ്രീ പ്രൊസീജിയേഴ്സ്, റിഫ്രാക്റ്റീവ് പ്രൊസീജിയേഴ്സ് സേഫ് പ്രൊസീജിയേഴ്സ് ആണ്. സോ യു ഡോണ്ട് ഹാവ് ടു ഗെറ്റ് സ്കെയർഡ് ഓഫ് ദ കോംപ്ലിക്കേഷൻസ്. earlier we did not have adequate diagnostic machines to identify the pre-operative criteria. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. we have a large database of patients undergoing refractive surgery. But if you're a high risk candidate, glass or contact lenses way safer. But if you feel you fall under all the category, എല്ലാ ടെസ്റ്റിലും you are clear for a refractive surgery ഉണ്ടെങ്കിൽ it is a safe procedure and a cost effective procedure. If you think it is expensive പറഞ്ഞിട്ടുണ്ടെങ്കിലും you should think from the long term. It's a one time investment what you are going to pay for the procedure. അതിനുശേഷം up to 40 years you will never be needing glasses. So you should think from the long term. Every month or every year you will be investing for a contact lens or a glass per year. Expense if you divide it and consider undalla, it will be way more cost effective to go for a glass free procedure than to keep changing your glasses every year. സോ ഇതാണ് കാര്യം വിച്ച് ദേ ട്രൈ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. അവരൊരു കോസ്റ്റ് നോക്കുമ്പോൾ ദേ ഫീൽ ദാറ്റ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് പ്രൊസീജിയർ. പക്ഷേ അതിൻ്റെ ഫൈനസ്, അതിൻ്റെ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം നോക്കുമ്പോൾ ഇഫ് യു ആർ തിങ്കിങ് ഫ്രം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇറ്റ്സ് എ വൺ ടൈം എക്സ്പെൻസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഞങ്ങൾ ഫോണ് നോക്കുമ്പോൾ ഫോൺ ഓൾസോ കോസ്റ്റ് അറൌണ്ട് 1.5 lakhs ആണ് ഇപ്പോഴത്തേക്കും. സോ ദാറ്റ് വാലിഡിറ്റി ഈസ് ജസ്റ്റ് ഫോർ 6 months to 1 year. അങ്ങനെ വി ആർ ഗിവിംഗ് ഓൾമോസ്റ്റ് 15-20 years ഫോർ എ പേഷ്യൻറ്റ് അറ്റ് ദി ഏജ് ഓഫ് 20 years ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ്. സോ ഇറ്റ്സ് എ വെരി കോസ്റ്റ് എഫക്റ്റീവ് പ്രൊസീജിയർ ആണ്. ഇറ്റ്സ് എ സേഫ് പ്രൊസീജിയർ ആസ് ലോങ്
ലോങ് ആസ് യു ഡു നോട്ട് ഹൈഡ് യുവർ ഹിസ്റ്ററി, കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് കറക്റ്റ് ഡോക്ടറിന് കൂടായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് ഇവാലുവേഷൻസ് എല്ലാം ശരി ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എ വെരി സേഫ് പ്രൊസീജിയർ. ഈ 40 ഇയേഴ്സിന് ശേഷം റീഡിംഗ് ക്ലാസ്സിന്റെ ആവശ്യം വരും. ആൻഡ് അഗൈൻ ആസ് ഐ സെഡ് 40 ഇയേഴ്സ് ശേഷം അവർക്ക് ഞങ്ങൾക്ക് ക്ലിയർ ലെൻസ് എക്സ്ട്രാക്ഷൻ ഓപ്ഷൻ വരും. ആൻഡ് ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഐ ഇസ് എ ഡിപ്പാർട്ട്മെന്റ് വേർ എവറി 6 months ഞങ്ങൾക്കൊരു പുതിയ പുതിയ ടെക്നോളജി വരുന്നുണ്ട്. വി ആർ വെരി കണക്റ്റഡ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇറ്റ്സ് ഗ്രോത്ത്. സോ അങ്ങനെ ആകുമ്പോൾ വെൻ ദോസ് പേഷ്യൻസ് ടേൺ 40 ദർ മേ ബി സം ന്യൂവർ ടെക്നോളജീസ് കമ്മിങ് ഫോർ ഗെറ്റിംഗ് റിഡ് ഓഫ് ഗ്ലാസസ്. സോ അവർക്കും ഉണ്ട് ആക്ച്വലി അറ്റ് ദി ഏജ് ഓഫ് ബിറ്റ്വീൻ യുവർ 39-41 ഇയേഴ്സ് ഉണ്ടല്ലോ, ദർ ഇസ് സംതിങ് കോൾഡ് ആസ് പ്രസ് ബിയോണ്ട് ലാസിക് ആയിട്ട് ഇറ്റ് ഇസ് ദെയർ ഇൻ ദ മാർക്കറ്റ്. എവിടെ ഒരു കണ്ണ് ഞങ്ങൾ ഡിസ്റ്റൻസ് കറക്റ്റ് ചെയ്യും, ഒരു കണ്ണിന് ഞങ്ങൾ നിയർക്ക് കറക്റ്റ് ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഗെയിൻ ദാറ്റ് മച്ച് ഓഫ് പോപ്പുലാരിറ്റി. അതിൻ്റെ കാരണം വി ലുക്ക് മോർ ഫോർ ഡിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് യങ് പേഷ്യൻസ് ആൻഡ് ക്ലിയർ ലെൻസ് എക്സ്ട്രാക്ഷൻ ഇൻ എൽഡർ പേഷ്യൻസ്. ഇപ്പോൾ ഈ റിഫ്രാക്റ്റീവ് സർജറി ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോൾ 40 ഇയേഴ്സ് കഴിഞ്ഞ് റീഡിംഗ് ഗ്ലാസ് ഒഴിവാക്കാനുള്ള സർജറി ചെയ്യാൻ പറ്റും. റീഡിംഗ് ഗ്ലാസ് മട്ടനായിട്ട് പിന്നെ ക്ലിയർ ലെൻസ് എക്സ്ട്രാക്ഷനൊക്കെ പോകുമ്പോൾ സോ വെൻ ദേ ടേൺ 40-41 ആകുമ്പോൾ ഇൻ കേസ് ദർ ഇൻട്രസ്റ്റഡ് ടു ഗോ ഗ്ലാസ് ഫ്രീ, ആ ടൈമിൽ ഇഫ് ദർ ഇസ് നോ ന്യൂ ടെക്നോളജി വിച്ച് ഹസ് കം വി ക്യാൻ തിങ്ക് ഓഫ് ക്ലിയർ ലെൻസ് എക്സ്ട്രാക്ഷൻ ആണ്. ഇഫ് ദർ ആർ സം ന്യൂവർ ടെക്നോളജീസ് വിച്ച് ആർ ഇൻ ദ മാർക്കറ്റ് ദെൻ ദാറ്റ് വുഡ് ബി ഐഡിയൽ ഫോർ ദം. ഡോക്ടറിന്റെ ഇപ്പോൾ എക്സ്പീരിയൻസിൽ ഒരു നോട്ടബിൾ സ്റ്റോറി വല്ല സക്സസ് സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോ? ഹൈ പവർ പേഷ്യൻസ് ആണ്, ദേ ആർ വെരി മച്ച് സാറ്റിസ്ഫൈഡ് ഫോളോയിങ് പ്രൊസീജിയർ. ഇപ്പോൾ ഐ ഹാവ് ഡൺ ICL ഫോർ പേഷ്യൻസ് വിത്ത് -12, -13. അവളുടെ വൈഫ് വാസ് ടെല്ലിങ് മീ, ദ വൈഫ് ഓഫ് ദ പേഷ്യൻറ്റ് വാസ് ടെല്ലിങ് മീ, ഇതുവരെ ഐ ഹാവ് നോട്ട് സീൻ മൈ ഹസ്ബൻഡ് വിതൗട്ട് ഗ്ലാസ്സസ് ആണ്. എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ കണ്ണടി വെക്കും പുള്ളി, വൈകുന്നേരം ഉറങ്ങുമ്പോൾ സമയത്തിൽ പുള്ളി കണ്ണടി എടുക്കും. അതുവരെ ടിൽ നൗ ഐ ഹവ് നോട്ട് സീൻ ഹിം വിതൗട്ട് ഗ്ലാസ്സസ്. സോ ഫസ്റ്റ് ഡേ പോസ്റ്റ് ഓഫ് വെൻ ഷീ പോസ്റ്റ് ICL ആ പുള്ളിന് കണ്ണട ഇല്ലാത്ത നോക്കുമ്പോൾ ദറ്റ് സ്മൈൽ ഇൻ ഹർ ഫേസ് വാസ് ഡിഫറെൻറ്റ്. ഈവൻ ദ പേഷ്യൻറ്റ് പുള്ളി പറഞ്ഞു, ഞാൻ ഓൾമോസ്റ്റ് ഒരു 15-20 ഇയേഴ്സ് എടുത്ത് കണ്ണടി വെക്കുന്നുണ്ട്, അതിൻ്റെ കോസ്റ്റാണ്, അതിൻ്റെ ഡിസ്കംഫർട്ട്, അതിൻ്റെ റിസ്ട്രിക്ഷൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. ഫോളോയിങ് ദ പ്രൊസീജിയർ ഇറ്റ് ഹസ് ബീൻ വെരി വെരി ഈസി. ഞങ്ങൾക്ക് എല്ലാ കണ്ണട ഇല്ലാത്ത കാണാനുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ എക്സലൻറ്റ് റെസ്പോൺസ് വിച്ച് ഐ സെഡ്, ആൻഡ് ദാറ്റ് ഇസ് വൈ ഐ ടെൽ സ്പെഷ്യലി ഹൈ പവർഡ് പേഷ്യൻസ് ആണ്. ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് ഹൈ പവർ പേഷ്യൻസ്. ഇപ്പോൾ -4, -6 അവർക്ക് ദേ ആർ വെരി ഡിപ്പെൻഡൻറ്റ് ഓൺ ഗ്ലാസസ്. ഗ്ലാസ് ഒരു ദിവസം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ഡെയിലി റുട്ടീൻ ചേഞ്ചസ്. അതിൻ്റെ കാരണം വെരി ഹൈ പവർഡ് പേഷ്യൻസ് ആക്ച്വലി റിഫ്രാക്റ്റീവ് പ്രൊസീജിയേഴ്സ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ചേഞ്ച് ദർ ലൈഫ് സിഗ്നിഫിക്കൻ്റ്ലി. സോ അതാണ് കാര്യങ്ങൾ. ദർ ആർ ലോട്ട് ഓഫ് പേഷ്യൻസ് ഇങ്ങനെ പറഞ്ഞിട്ട് ദാറ്റ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓഫ് ആ എന്ത് സ്മൈല് നോക്കുമ്പോൾ അവർക്ക് ആ ഫേസിൽ ദാറ്റ് ഈസ് ടോട്ടലി റിലീവിംഗ് ആണ്. എനിവേ താങ്ക് യു ഡോക്ടർ സഞ്ജന. ഇറ്റ് വാസ് വെരി വാല്യുബിൾ സെഷൻ. കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റി. ഇങ്ങനെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതിനെ പറ്റി തന്നെ ഞാൻ ആദ്യമായിട്ടാണ് അറിയണത്. I hope this is not the last time we meet. Definitely. Thank you. Sure. Thank you so much.